നമ്മൾ എത്രത്തോളം അതിനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ അതിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. നമ്മുടെ കരിയർ ഗ്രോത്ത്, അത് ഏത് രീതിയിലുള്ള കരിയർ ആണെങ്കിലും ആ കരിയർ ഗ്രോത്തിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, ഇന്ററാക്ഷൻ ആണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. അതിന് വായനയിലൂടെ സ്വായത്തമാക്കാം, അതുപോലെ തന്നെ റിസർച്ചിലൂടെയും നിരീക്ഷണ പാഠത്തിലൂടെയും എല്ലാം നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. സ്പീക്കിങ്ങിലൂടെയും ഒക്കെ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ മുന്നിൽ ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ആ ഗോളിലേക്ക് നമ്മൾ, ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്മാർട്ട് വർക്കോടെ, ഹാർഡ് വർക്കോടെ നമ്മൾ അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആ ഒരു ലക്ഷ്യം സ്വായത്തമാക്കും, അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം ആ ഒരു നമ്മുടെ വഴികൾ നമ്മുടെ തെളിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ കാര്യമാണ്. അതായത് ഇതുപോലെ വായനയിലൂടെയും കമ്മ്യൂണിക്കേഷനിലൂടെയും നമ്മൾ ഇന്ററാക്ഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, ഡ്രീം ഈസ് നോട്ട് ദാറ്റ് വിച്ച് യു സീ വൈൽ സ്ലീപ്പിംഗ്, ഇറ്റ് ഈസ് ഡസ് നോട്ട് ദാറ്റ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ് എന്നുള്ളത്. നമ്മളെ ഉറങ്ങാൻ അനുവദിക്കുന്നതിനെയല്ല, നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതിനെയല്ല സ്വപ്നം എന്ന് പറയുന്നത്. സ്വപ്നം എന്ന് പറയുന്നത് നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്തതിനെയാണ്. അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ എന്ന് കണ്ടു തുടങ്ങുന്നുവോ അന്ന് തൊട്ട് നമ്മൾ നമ്മുടെ വിജയത്തിലേക്കുള്ള വഴി തെളിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ജോസഫ് മുർഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറിഷ് എഴുത്തുകാരനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. അതിൽ അദ്ദേഹം വിജയത്തെ പറ്റി 3 പടികളെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗോൾ സെറ്റിംഗ് ആണ്. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഒരു പ്രത്യേകമായ ഒരു മേഖലയിൽ നമ്മൾ പ്രാവീണ്യം നേടുകയും അതുപോലെ തന്നെ അതിനായിട്ട് നമ്മൾ മുന്നോട്ട് വരികയും ചെയ്യുക എന്നുള്ളത്. മറ്റാരെക്കാളും അതൊരു സ്വായത്തമാക്കി എടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. നമ്മുടെ ലക്ഷ്യം ഒരിക്കലും സ്വാർത്ഥമായിരിക്കരുത്. നമുക്ക് എന്താണോ ലക്ഷ്യം ഉള്ളത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലോകത്തെ സേവിക്കുക എന്നുള്ളത് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ വിജയം മാത്രം മുന്നിൽ കാണാതെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി നമ്മുടെ ചുറ്റുമുള്ളതിനോടുകൂടി ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ചുറ്റുമുള്ളതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഒരുപാട് എല്ലാ കാര്യങ്ങളും, കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യവും ഇന്ററാക്ഷനും എല്ലാം മുൻഗണന കൊടുത്തുകൊണ്ട് വിൻബിൾ അക്കാദമി നടത്തി വരുന്ന ട്രെയിൻ ദ ട്രെയിനിൽ പങ്കെടുത്ത ആളുകളാണ് ഈ ഒരു വെബിനാർ സീരീസിൽ അവതാരകരായിട്ട് എത്തുന്നത്. അതിൽ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത് അഫ്നാൻ പാഴേരിയാണ്. അവർ സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്, റെമഡിയൽ ട്രെയിനർ ആണ്. ഫാമിലി മാനേജ്മെന്റ് എന്നൊരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നിവിടെ അവർ സംസാരിക്കാൻ എത്തുന്നത്. വളരെ ഹൃദയപൂർവ്വം ഞാൻ അവരെ, ഈ അഫ്നാൻ പാഴേരിയെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു പരിപാടി ശ്രവിക്കാനായി എത്തിയിട്ടുള്ള നിങ്ങളെല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വിംബിൾ അക്കാദമിയുടെ ഫൗണ്ടറും അതുപോലെ തന്നെ ട്രെയിൻ ദ ട്രെയിനർ കോച്ചുമായിട്ടുള്ള സൈക്കോളജിസ്റ്റുമായിട്ടുള്ള CA ഫൈസൽ സാറിനെ കുറച്ച് വാക്കുകൾ സംസാരിക്കാനായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you Aisha for your wonderful introduction. Audible ആണോ? Yes sir, audible ആണ്. Okay, hello everyone. So ഇവിടെ ആയിഷ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിൻ ദ ട്രെയിനർ കോഴ്സിന്റെ അതിലൂടെ ജോയിൻ ചെയ്യുകയും അതിലൂടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്ത് ട്രെയിനേഴ്സ് ആയിട്ട് പുറത്തിറങ്ങി വരുന്ന ഒത്തിരി ആളുകൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ഒരു വെബിനാർ സീരീസ് ആണ് നമ്മൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ കരിയറിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, അതിലൊരു ഗ്രോത്ത് ഉടനടി ഉണ്ടാകണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായേ തീരുള്ളൂ. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും അത് നടക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് ആ ഒരു കോൺഫിഡൻസിലേക്ക് എത്താൻ കഴിയില്ല. ഒത്തിരി നമ്മൾ റീൽസോ അതല്ലെങ്കിൽ
ഇത്തരത്തിലുള്ള സ്പീച്ചൊക്കെ കാണുമ്പോൾ ഇവരെങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, വാക്കുകൾ ക്രമീകരിച്ചുകൊണ്ട് അതേപോലെ തന്നെ സ്മൈൽ ചെയ്തുകൊണ്ട് കുറെ കൂടി ബോഡി ലാംഗ്വേജസ് ഒക്കെ ഫ്ലെക്സിബിൾ ആക്കിക്കൊണ്ട് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് അതിശയിക്കുന്ന തരത്തിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിലേക്ക് കൃത്യമായിട്ടുള്ള വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കാത്തത് കൊണ്ടായിരിക്കാൻ പലപ്പോഴും നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കാത്തത്. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് ഒരുപാട് നോളജ് ഉണ്ടാകും. നമ്മൾ UG ചെയ്തിട്ടുണ്ടാകും, PG ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് ഡിപ്ലോമ കോഴ്സുകൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുക, അത് ഏറ്റവും മനോഹരമായി പറഞ്ഞു കൊടുക്കാൻ പറ്റുക, അല്ലെ? ചില സമയത്ത് നമ്മുടെ ഒരു വാക്ക് മാത്രം മതിയാകും, അല്ലെ? ഒരു 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 ആശ്വാസത്തിന്റെ ഒരു വാക്ക് മാത്രം മതിയാകും അദ്ദേഹത്തെ ജീവിതത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ. അപ്പൊ അത്തരത്തിലേക്ക് നമ്മുടെ സംസാരത്തെ, നമ്മുടെ ഇടപെടലുകളെ, നമ്മുടെ സമീപനങ്ങളെ, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഒരു വിംപിൾ അക്കാദമി സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിൻ ദ ട്രെയിനർ കോഴ്സിലൂടെ മുന്നോട്ട് വന്ന ഓരോരുത്തർക്കും സമൂഹത്തിൽ ഇടപഴകാനുള്ള സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ വീക്കിലും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് ഇനിയും വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിലെല്ലാവരും പങ്കെടുക്കുക, സഹകരിക്കുക. എല്ലാവർക്കും സന്തോഷം അറിയിക്കുകയാണ്. ട്രെയിൻ ദ ട്രെയിനേഴ്സിലുള്ള ഇതുവരെയുള്ള 11ാമത്തെ ബാച്ച് വരെയുള്ള എല്ലാ കൂട്ടുകാരും, ഏറെക്കുറെ കൂട്ടുകാരൊക്കെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരൊക്കെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു. സോ ഇന്നത്തെ സെഷൻ നമുക്ക് ലീഡ് ചെയ്യുന്നത് അഫ്നാൻ പാഴേരിയാണ്. അഫ്നാൻ പാഴേരിയെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അഫ്നാൻ, പ്ലീസ്. ഓഡിയബിൾ ആണോ? ഓഡിയബിൾ ആണ്. Okay. So thank you so much, Aisha and Faisal sir. നല്ലൊരു ഇൻട്രൊഡക്ഷൻ സ്പീച്ച് ആയിരുന്നു ആയിഷയുടേത്. ആൻഡ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിലും വളരെ നന്ദിയുണ്ട്. ഞാൻ ഫൈസൽ സാറിന്റെ ഫസ്റ്റത്തെ ട്രെയിനർ എന്ന പ്രോഗ്രാമിലെ ഫസ്റ്റ് ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അതിനുശേഷം ഒരുപാട് പിന്നെ ക്ലാസ്സുകൾ എനിക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി പറ്റി. അതിന് വലിയൊരു പ്രചോദനം സാർ തന്നെയാണ്. കേൾക്കുന്നില്ലേ? ഓഡിബിൾ അല്ല? ഓഡിബിൾ ആണ്. ഓക്കെ. സോ ഫൈസൽ സാറിന്റെ ഫസ്റ്റ് ബാച്ചാണ്. എന്നെ എന്താ പറയാ, വോയിസ് കുറവാണോ? ഐ തിങ്ക് ഇപ്പൊ ഓക്കെ ആണല്ലോ. ഇപ്പൊ ഓക്കെ ആണെന്നാണ്. ഓക്കെ അല്ലേ? ബാക്കിയുള്ളവരൊന്ന് കമന്റ് ചെയ്യൂ. ഇപ്പോ വോയിസ് ഓക്കെ ആയി എന്നാണ്. കുറവാണ്. ക്ലിയർ ഉണ്ട്. ഓക്കെ ആണ്. നെറ്റ്വർക്ക് ഇഷ്യൂസ് ആയിരിക്കാം. ഓക്കെ. അപ്പൊ എന്നെ പിന്നെ ഒരു ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ട്രെയിനർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുവന്നതിൽ ഒരുപാട് പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ഫൈസൽ സാർ. സോ ഞാൻ അതിലേക്ക് ഒരു ഹാമുഖമായിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാമിലി മാനേജ്മെന്റിനെ കുറിച്ചാണ്. ഫാമിലി പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, കുടുംബം. നമ്മളൊക്കെ പറയുന്നത് പോലെ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തില് ഓരോ വിവാഹ ബന്ധങ്ങളും കൂട്ടിച്ചേരുമ്പോൾ അതിലേറെ ഡിവോഴ്സ് കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളേവരും ജീവിച്ചു പോകുന്നത്. ഇവിടെ കൂടുംതോറും ഇമ്പത്തിന് പകരം ഈ പറഞ്ഞ പോലെ ഡിവോഴ്സോ അല്ലെങ്കിൽ പരസ്പരമുള്ള വഴക്കുകളിലേക്കൊക്കെയാണ് അധിക വിവാഹ ജീവിതങ്ങളും കുടുംബ ജീവിതങ്ങളും ഇപ്പൊ നിലവിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് എങ്ങനെ നമുക്ക് നല്ലൊരു കുടുംബജീവിതം നല്ല രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്നേക്കാളും ഒരുപാട് കുടുംബജീവിതത്തെ കുറിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കുറെ ആളുകൾ ഇതിലുണ്ടായിരിക്കാം. എന്നിരുന്നാലും ഞാൻ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. അപ്പോൾ അതിനേക്കാൾ ഉപരിയാണ് നമ്മുടെ ജീവിതം എക്സ്പീരിയൻസ് ചെയ്ത് കിട്ടുന്ന ഒരു അറിവ് എന്നുള്ളത്.
എന്നിരുന്നാലും ഞാൻ കുറച്ച് ടിപ്സ് ഒക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. അപ്പോൾ ഓഡിബിൾ അല്ലേ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയിക്കണേ. ഞാൻ ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ടോ? യെസ്, കാണുന്നുണ്ട്. ഫാമിലി മാനേജ്മെന്റ്, എങ്ങനെ നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നിലവിലെ ഒരു ജീവിതം എങ്ങനെ നല്ല രീതിയിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഭവങ്ങളും ഇല്ലാതെ എങ്ങനെ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നതാണ് ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. ഫാമിലി മാനേജ്മെന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാല് ഒരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതമാകുമ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ അത് വല്ലാത്തൊരു ഘടകമാണ്. അതിപ്പോ നമ്മുടെ കരിയറിലായിക്കോട്ടെ പിന്നെ ജീവിതത്തിലായിക്കോട്ടെ എന്തിലും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നമുക്കൊന്നും പരസ്പരം പിന്നെ എന്താ പറയാ ആശയവിനിമയങ്ങൾ നടത്താൻ സാധിക്കുന്നതല്ല. നമ്മൾ ഒന്നും സംസാരിക്കാതെ ഒന്നും തുറന്നു പറയാതെ ഒന്നും ഷെയർ ചെയ്യാതെ വെറും മൗനം പാലിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാനാവില്ല. ആ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പറയാം. കമ്മ്യൂണിക്കേഷൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ. അതില് മെയിനായിട്ട് പറയുന്നത് ഒന്നാണ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷന്റെ ഒരു ഘടകം മാത്രമാണ് ബോഡി ലാംഗ്വേജ്. അതിൽ ഏകദേശം ഒരു 75% കമ്മ്യൂണിക്കേഷനിൽ ഉള്ള മെയിൻ ഇത് വരുന്നത് ബോഡി ലാംഗ്വേജ് ആണ്. ബോഡി ഒരു 100% നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ 55% ബോഡി ലാംഗ്വേജിന് വരുന്നത്. അതില് ബാക്കി 38% നമ്മുടെ ടോൺ, കമ്മ്യൂണിക്കേഷനിലുള്ള ഓരോ ടോണിന് 38% വരുന്നത്. ബാക്കി വെറും 7% മാത്രമാണ് നമ്മുടെ വേർഡ്സിന് നമ്മൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ അത്രത്തോളം ബോഡി ലാംഗ്വേജിനും പിന്നെ കമ്മ്യൂണിക്കേഷനും കുടുംബജീവിതത്തില് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറുതാവട്ടെ വലുതാവട്ടെ എന്ത് പ്രശ്നങ്ങളായാലും അത് സംസാരിച്ച് തീർക്കുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം. അതായത് അത് ഒരു നമ്മളിപ്പോ രാത്രി കിടക്കുന്നതിന് മുന്നേ അത് സംസാരിച്ച് തീർക്കണം. അതിന് പിറ്റേ ഒരു ദിവസത്തിലേക്ക് അത് എത്തിക്കരുത് എന്നതാണ്. എന്തൊരു വിഷയമായിക്കോട്ടെ സംസാരിച്ചാൽ തീരാത്ത ഒരു പ്രശ്നങ്ങളും നമ്മുടെ ഈ മലയാളത്തിൽ ഇല്ല. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഓരോ ശൈലികൾ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ വാക്കുകൾ, അതിന് വാക്കുകളിലൂടെ നമ്മൾ പറയുന്ന ടോണ്, നമ്മൾ പിന്നെ നീ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നീ ഇതുവരെ എവിടെയായിരുന്നു എന്ന് പറയുന്നതും നീ ഇതുവരെ എവിടെയായിരുന്നു എന്ന് പറയുന്നതും സെയിം വേർഡ്സ് ആണ്. പക്ഷെ അതിൽ ടോണ് ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജും ഡിഫറെന്റ് ആണ്. നെറ്റി ചുളിച്ച് കണ്ണുകള് പിന്നെ എന്താ പറയാ ഉരുട്ടിയാണ് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചത്. നേരെ മറിച്ച് ആദ്യം ഭയങ്കര സൗമ്യമായി ലാളിത്യമായി നമ്മൾ വളരെ വിനയത്തോടെ ചോദിച്ചു. അപ്പൊ ഇവിടെ 2 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ കണ്ടത്. രണ്ടിന്റെയും വേർഡ്സ് സെയിം വേർഡ്സ് ആണ്, ലെറ്റേഴ്സും ഒക്കെ സെയിം ആണ്, പക്ഷെ രണ്ടിന്റെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്ത ടോണും ബോഡി ലാംഗ്വേജും ആണ് ഈ കമ്മ്യൂണിക്കേഷൻ പോസിറ്റീവ് ആക്കുന്നതും നെഗറ്റീവ് ആക്കുന്നതും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്പോർട്സിനോട് അല്ലെങ്കിൽ പാർട്ണറോട് സംസാരിക്കുന്ന സമയത്ത്, പാർട്ണറോടാവട്ടെ മറ്റു ഫാമിലി മെമ്പേഴ്സിനോടാവട്ടെ സംസാരിക്കുന്ന സമയത്ത് അതിൽ ബോഡി ലാംഗ്വേജിനും ടോണിനും എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നോ അത്രത്തോളം മഹത്തമായിരിക്കും നിങ്ങളുടെ ഫാമിലി എന്നുള്ളത്. അതുപോലെ തന്നെ ഡോക്ടർ എറിക് ബേർഡ് ഒരു കനേഡിയൻ സൈക്കാട്രിസ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞത് 3 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് എന്നാണ്. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു തിയറി ഉണ്ട്, ട്രാൻസാക്ഷണൽ അനാലിസിസ് പറയും. അതായത് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് ഈ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഈഗോ അല്ലെങ്കിൽ അസൂയ, കുശുമ്പ്, ദേഷ്യം, വാശി, ഇങ്ങനെയുള്ള നമ്മുടെ ബാഡ് ബിഹേവിയർ ആയിട്ടുള്ള ഓരോ ബിഹേവിയേഴ്സിനെ നമുക്ക്
ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന തിയറി എന്ന തിയറി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നുണ്ട്. നമ്മുടെ ഓരോ ബിഹേവിയേഴ്സും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് സർ ഡോക്ടർ എറിക് ബേൺസൺ പറയുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞ ഈ ട്രാൻസാക്ഷണൽ അനാലിസിസിൽ കീഴിൽ വരുന്ന ഒരു 2-3 കമ്മ്യൂണിക്കേഷൻ ബേസ് ആണ്. ഒരു 3 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ആ 3 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് പിന്നെ നമ്മുടെ ഈ കുടുംബ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ ബെറ്റർ ഫാമിലി ലൈഫ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഏതായാലും അതിൽ അദ്ദേഹം ഫസ്റ്റ് പറയുന്നത് ക്രോസ്ഡ് ട്രാൻസാക്ഷൻ ആണ്. ക്രോസ്ഡ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞു, അതായത് നമ്മുടെ ഒരു സ്പോസ് അല്ലെങ്കിൽ പാർട്ട്ണർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഞാൻ ഇന്ന് ആ സ്ഥലത്തേക്ക് പോകട്ടെ അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകട്ടെ. അപ്പൊ ആ ചോദിക്കുന്ന സമയത്ത് തന്നെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ എന്താണെന്ന് വെച്ചാൽ നീ പോയിക്കോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അവര് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്ക് അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കുക, എന്താണ് എനിക്ക് കിട്ടേണ്ട മറുപടി എന്നുള്ളത്. അപ്പൊ ആ എക്സ്പെക്ടേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചൊരു ആൻസർ നമ്മൾ കൊടുക്കാന്നുണ്ടെങ്കിൽ അതാണ് ക്രോസ്ഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഫാമിലി ലൈഫിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ്. നേരെ മറിച്ച് ഞാൻ അങ്ങോട്ട് പോകട്ടെ ചോദിക്കാൻ നീ പോകണ്ടെന്ന് പറഞ്ഞു, അപ്പൊ അത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ആൻസർ ആണ്. അപ്പൊ എപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വ്യക്തി എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ എന്താണോ ആ സെയിം ആൻസർ നമ്മൾ പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് എപ്പോഴും നടന്നുകൊള്ളുന്നില്ല, എന്നിരുന്നാലും മാക്സിമം അത് അപ്ലൈ ചെയ്ത് നോക്കുള്ളൂ. അങ്ങനെ അപ്ലൈ ചെയ്താൽ അത് കൂടുതൽ എന്താ പറയുക സന്തോഷവും നൽകുന്ന ഒന്നായിരിക്കാം. അപ്പൊ ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻസ് കൂടുതലായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് ഫാമിലിയിൽ കൊണ്ടുവരാറുള്ളത്. എന്താണോ നമ്മളെ പാർട്ട്ണർ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു ആൻസർ നമ്മൾ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കോട്ടെ, അവരെന്താണ് എക്സ്പെക്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്ത ഒരു ആൻസർ തിരിച്ചവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ ക്രോസ് ട്രാൻസാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസാക്ഷണൽ അനാലിസിസ് കൊണ്ട് അതില് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ ആണ്. ട്രാൻസാക്ഷണൽ അനാലിസിസില് മാറിപ്പോയതാണ്. ട്രാൻസാക്ഷണൽ അനാലിസിസിലെ കോംപ്ലിമെന്ററി അനാലിസിസ് ആണ് ഇത് പറയുന്നത്. പോയിന്റ് ഇവിടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. കോംപ്ലിമെന്ററി അനാലിസിസ് പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യാം. പിന്നെ എന്തായാലും ഇപ്പൊ ഇൻ കേസ് നമുക്കത് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ നീ അങ്ങോട്ട് പോകണ്ട എന്നാണ് നിങ്ങളുടെ മറുപടി ആൻസർ എന്നുണ്ടെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാം എന്തുകൊണ്ടാണ് പോകണ്ട എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇപ്പൊ പോയാൽ എന്ത് സംഭവിക്കും. അങ്ങനെ അവരെ കൺവിൻസ് ചെയ്യും, നല്ല രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യുമ്പോൾ അത് ആ കമ്മ്യൂണിക്കേഷൻ ഒരു കോട്ടം വെച്ചാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നേരെ മറിച്ച് എടുത്തോ പിടിച്ചോ പറഞ്ഞാണ്ട് ഞാൻ പോകണ്ട എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ നമ്മളോടൊരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കാനും മടിക്കും. നേരെ മറിച്ച് നമ്മളോട് ചോദിക്കാതെ അവര് ആ കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങും. ഇങ്ങനത്തെ 2 നെഗറ്റീവ്സ് അതിൽ വരുന്നുണ്ട്. അപ്പൊ കോംപ്ലിമെന്ററി അനാലിസിസ് ആണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് കൊടുത്ത് അവർ എക്സ്പെക്ട് ചെയ്യുക എന്ത് ക്വസ്റ്റ്യൻസും അവർക്കൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്നെ വീക്ഷിക്കുന്ന നിങ്ങൾക്കൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ട് ഈ പ്രോഗ്രാമിന് എന്ത് കിട്ടും എന്നുള്ളത്. നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അവരുടെ എക്സ്പെക്ടേഷൻ, അതായത് നമ്മുടെ പാർട്ട്നേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അവരുടെ സ്കിൽസ് ആയിക്കോട്ടെ, ടേസ്റ്റ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും അറിയും. അപ്പൊ അവര് ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു കാര്യം ചോദിക്കുമ്പോൾ. അപ്പൊ ആ കാര്യങ്ങളെ എക്സ്പെക്ട് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ അതിന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അപ്പൊ അതിന് ആൻസർ ചെയ്യാൻ നല്ല രീതിയിൽ പറ്റില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് അതിന് ആൻസർ ആണെന്നുണ്ടെങ്കിൽ അത് അവരെ കൺവിൻസ് ചെയ്ത് പറയുക എന്നുള്ളതാണ് ഈ കോംപ്ലിമെന്ററി അനാലിസിസ് എന്ന് പറയുന്ന ഒന്ന്. രണ്ടാമത്തത് ക്രോസ്ഡ് ട്രാൻസാക്ഷൻ, നേരത്തെ മാറിപ്പോയതാണ്. ക്രോസ്ഡ് ട്രാൻസാക്ഷൻ അതായത് ഡിബേറ്റ് ആണ്. രണ്ടുപേരും തമ്മിൽ അടിയോടടി, അത് കമ്മ്യൂണിക്കേഷൻ അല്ലാതെ ഫിസിക്കൽ ഹറാസ്മെന്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 2 കൈകളും കൂട്ടിച്ചേർന്നാലാണ് സൗണ്ട് ഉണ്ടാവുക പറയൂലേ, അതുപോലെ തന്നെ 2 പേരും ഒരുപോലെ ഒരേ ടോണിൽ, ഒരേ വോയിസിൽ, ഒരേ മോഡുലേഷനിൽ സംസാരിക്കുന്ന സമയത്ത് അവിടെ സൊല്യൂഷൻസ് ഉണ്ടാവില്ല, നേരെ മറിച്ച് പ്രോബ്ലംസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോ ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻസ് അത് പിന്നെ ഒരു ഡിബേറ്റിലേക്ക് മാറും. ഞാൻ എന്തുകൊണ്ട് എനിക്ക് പോയിക്കൂടാ, അല്ലെങ്കിൽ എന്താ ഞാൻ ഇപ്പൊ പോവാത്തത്, ഇപ്പൊ പോവണ്ട, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്
ഇത് ഒരു സൊല്യൂഷൻസിലേക്ക് എത്തില്ല, നേരെ മറിച്ച് അത് പ്രോബ്ലംസിൽ നിന്നും പ്രോബ്ലംസിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതൊരു രാത്രിയോ 2 രാത്രിയോ ഒന്നും തീരില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഡിബേറ്റ് ഇനി അതിന് ആ ഒരു ക്വസ്റ്റ്യൻ തുടങ്ങി പിന്നീട് അങ്ങോട്ടുള്ള ഓരോ കാര്യത്തിലും നമ്മൾ പ്രശ്നങ്ങളും ഓരോ എന്താ പറയുക കുശുമുണ്ടായെന്നൊക്കെ പറയുന്നത് ഓരോ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. ഇങ്ങനത്തെ ഒരു ഡിബേറ്റ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ടിൽ ഒച്ച ഉണ്ടാക്കി പിന്നെ 2 പേരും വിട്ടുകൊടുക്കാതെ സംസാരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയുന്നതാണ് ക്ലോസ്ഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ 2 പേരും ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണ്, ഡിഫറെന്റ് പേഴ്സണാലിറ്റി ആണ്, ഡിഫറെന്റ് ബിഹേവിയർ ആണ്, ഒക്കെയാണ്. പക്ഷെ ഇതിൽ ആരെങ്കിലും രണ്ടാൾക്കും ഒരു പക്ഷെ കുറഞ്ഞു കൊടുക്കാൻ പറ്റൂല. കാരണം ഫസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും ഇവിടെ ലീഡ് ചെയ്യുക. പിന്നെ അവര് മുമ്പില് ഈഗോ ക്ലാഷ് വരാതിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ മുമ്പില് പിടിച്ചു നിൽക്കുന്നവരായിരിക്കും രണ്ടാമത്തെ ആളുകൾ. അത് പിന്നെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ക്ലോസ്ഡ് ട്രാൻസാക്ഷന്റെ ഈ ഇങ്ങനെ വരുന്ന കമ്മ്യൂണിറ്റി, ഇങ്ങനെ ഡിബേറ്റ് കമ്മ്യൂണിക്കേഷൻസ് മെയിൻലി നന്നായിട്ട് ഈ ഫാമിലിനെ നമ്മൾ എഫക്ട് ചെയ്യുന്ന ഒന്നാണ്. അത് കുട്ടികളായിക്കോട്ടെ, മറ്റു കുടുംബക്കാരായിക്കോട്ടെ, വീട്ടിലെ അന്തരീക്ഷവും അറ്റ്മോസ്ഫിയർ ഒക്കെ മാറും. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആരെങ്കിലും ഒരാള് മൗനം പാലിക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യം പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു സാവകാശം കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്നുകൊണ്ട് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, അവർക്ക് സംസാരിക്കാനുള്ള സമയം കൊടുക്കുക. സമയം കൊടുത്ത് അവരെ ശരിക്കും ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ സംസാരിക്കും. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ഡിബേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ വോയിസസ് റേസ് ചെയ്ത് സംസാരിക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് അവിടെ കുറയും. അപ്പൊ ആരെങ്കിലും ഒരാൾ താഴ്ന്നു കൊടുത്താൽ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നതാണ് ക്ലോസ്ഡ് ട്രാൻസാക്ഷനിൽ പറയുന്നത്. മൂന്നാമത്തെ ഒരു ട്രാൻസാക്ഷൻസ് ആണ് അൾട്ടീരിയർ ട്രാൻസാക്ഷൻ. അതായത് നമ്മൾ ഈ അർത്ഥം വെച്ച് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത്, മനസ്സിലൊരു കാര്യം ഉണ്ടാകും പക്ഷെ നമ്മൾ പുറമേക്ക് അത് പറയാതെ മറ്റൊന്ന് ബിഹേവ് ചെയ്യുക. മനസ്സിലൊരു കാര്യം വെച്ചിട്ട് മറ്റു രീതിയിൽ ബിഹേവ് ചെയ്യാന്നുള്ളത് അത് പാടില്ല. അത് ഈ പറഞ്ഞ പോലെ ഫാമിലിനെ വല്ലാത്ത നെഗറ്റീവ് ആയിട്ട് അത് ബാധിക്കുന്നതാണ്. നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് നമ്മുടെ പാർട്ണർ അറിഞ്ഞിരിക്കണം. ആർക്കും ഈ പറഞ്ഞ പോലെ ദിവ്യശക്തി ഒന്നുമില്ല. നമുക്ക് മനസ്സിലുള്ള കാര്യം അയാൾ ഇപ്പൊ എന്തായിരിക്കും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ എന്നെ കുറിച്ച് എന്താണ്, അല്ലെങ്കിൽ ഒക്കെ ഒരാൾ നമ്മുടെ മുമ്പിൽ വരുമ്പോ അവിടെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് എന്തോ എന്നോട് പറയാനുണ്ട്, അല്ലെങ്കിൽ മൂപ്പർക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കും. പക്ഷെ എന്താണെന്നുള്ളത് നമുക്ക് എന്താ ചെയ്യുക, ആസ് എ ഹ്യൂമൻ നമുക്ക് ഒരിക്കലും അറിയില്ല. മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ സംസാരിക്കാതെ അല്ലാതെ തുറന്ന് ഷെയർ ചെയ്യാതെ പറയാതെ നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കില്ല. അപ്പം എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. റിയലി സോറി, ഒരു അർജന്റ് ആയിട്ട് ബെൽറ്റ് അടിച്ചപ്പോൾ പോകേണ്ടി വന്നത്. സോ നമ്മളിവിടെ പറഞ്ഞു വെച്ചിരുന്നത് യെസ്, അർത്ഥം വെച്ച് സംസാരിക്കും അല്ലേ. ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്കൊരിക്കലും അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ എന്ത് തന്നെ ആയാലും അത് നെഗറ്റീവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ആയിക്കോട്ടെ, സംശയം ഉദ്ദേശിക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻസോ അല്ലെങ്കിൽ സജഷൻസ് ആയിക്കോട്ടെ,
എന്തായിക്കോട്ടെ, നമുക്ക് എന്തൊക്കെ തോന്നുന്നു, അല്ലെങ്കിൽ അതിപ്പോ പാർട്ട്ണറെ കുറിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ ഈ പറഞ്ഞ പോലെ ഫാമിലീസിനെ കുറിച്ചോ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പരസ്പരം ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക. ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടെ നമുക്കിപ്പോ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനും, പിന്നെ ഒരു മോശം ബിഹേവിയർ അല്ലെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനും നമ്മുടെ പാർട്ട്ണറിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ മനസ്സിലൊരു കാര്യം വെച്ചുകൊണ്ട് പുറമേക്ക് വേറെ രീതിയിൽ നമ്മുടെ പാർട്ട്ണറോട് പെരുമാറരുത് എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ ട്രാൻസാക്ഷനിൽ അദ്ദേഹം പറയുന്നത്, അൾട്ടീരിയർ ട്രാൻസാക്ഷനിൽ പറയുന്നത്. ഇത്രത്തോളം ക്ലിയർ ആണല്ലോ അല്ലെ? പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് നോർമലി നമുക്ക് അറിയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. വെർബൽ എന്ന് പറഞ്ഞാൽ വേർഡ്സ് കൊണ്ട് നമ്മൾ നോർമൽ കമ്മ്യൂണിക്കേഷൻ, സംസാരിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ. മാക്സിമം സംസാരിക്കാൻ സമയം കണ്ടെത്തുക. എന്നും രാത്രി കിടക്കുന്നതിന് മുന്നേ എങ്കിലും അന്നത്തെ കാര്യങ്ങൾ, അത് ഇനിയിപ്പോ വിദേശത്തായിക്കോട്ടെ വേറെ എവിടെയെങ്കിലും എവിടെ ആയാലും ഇന്നത്തെ കാലത്ത് സംസാരിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ അന്നുള്ള കാര്യങ്ങൾ പിന്നെ എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യുക. അതിപ്പോ ഇനിയിപ്പോ ഷെയർ ചെയ്താൽ എന്ത് വിചാരിക്കും എന്ന് തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവാം. അപ്പൊ അതും എന്താ ചെയ്യുക, ഷെയർ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. ഇങ്ങനെ ഷെയർ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഒരു ഫാമിലി ലൈഫിൽ ഒരു ട്രസ്റ്റ് വർത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നും ഷെയർ ചെയ്യാം. പിന്നെ അതുപോലെ നമുക്കൊരു വിഷമം ഉണ്ടായാലും ഒരു സങ്കടം ആയാലും ഒരു ക്രൈസിസ് വന്നാലും നമുക്ക് ഷെയർ ചെയ്യാൻ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. പിന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ പോലെ തന്നെ ബോഡി ലാംഗ്വേജ്, ഏതാ പറഞ്ഞ പോലെ ബോഡി ലാംഗ്വേജിനാണ് ഏറ്റവും കമ്മ്യൂണിക്കേഷനിൽ 55% ബോഡി ലാംഗ്വേജ് ആണ് കമ്മ്യൂണിക്കേഷനിൽ വേണ്ടത്. അതിൽ ഈ പറഞ്ഞ പോലെ വേർഡ്സിന് വരെ കുറഞ്ഞ പ്രാധാന്യം മാത്രമേ ഉള്ളൂ. പിന്നെ റിട്ടൺ ലാംഗ്വേജസ്, മെസ്സേജസ് അയക്കുക. ഈ പറഞ്ഞ പോലെ രാവിലെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെസ്സേജസിലുള്ള ഹറാസ്മെന്റ് അല്ല, എന്നിരുന്നാലും പരസ്പരം മെസ്സേജ് അയക്കുക. വല്ലപ്പോഴും പിന്നെ ഈ പറഞ്ഞ മിസ്സിങ് മെസ്സേജസ്, ഐ മിസ് യു, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, സംസാരിക്കുക. പിന്നെ എന്നും അകലും തോറും പിന്നെ അടുപ്പം കൂടുന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എത്ര അകലായാലും നമുക്ക് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തോറും നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്യാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഫാമിലി ലൈഫിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഒരു ഫാമിലി ലൈഫിൽ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താമെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇപ്പൊ ഇങ്ങനത്തെ സംസാരങ്ങൾ അല്ലെങ്കിൽ ഇഷ്യൂസ് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് പറ്റുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് വീഡിയോ എടുക്കുക, ഓഡിയോ എടുത്തിട്ട് പിന്നീട് അത് ഇരുന്ന് കാണുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഞാൻ ഈ വേർഡ് യൂസ് ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ആ രീതിയിൽ സംസാരിച്ചത് ശരിയായില്ല എന്ന് നമുക്ക് മനസ്സിലാവുകയും പിന്നീട് അത് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു മനസ്സ് വരും. അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് നമുക്ക് ഒരു ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു പോകും, പിന്നീട് നമ്മൾ എന്ത് പറഞ്ഞത് പക്ഷെ നമുക്ക് പോലും അറിയില്ല അല്ലേ? സ്വാഭാവികം കൂടുതൽ ഭൂരിപക്ഷവും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനത്തെ സമയത്ത് പിന്നീടാണ് പാർട്ട്ണർ പറയുക അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു, അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ അന്ന് എന്താ ചെയ്തത് എനിക്കെങ്കിലും ഓർമ്മ ഉണ്ടോ എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനത്തെ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പാർട്ട്ണർ പറഞ്ഞുതരാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അന്ന് നമുക്ക് വന്ന വീഴ്ചകളിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് മാറ്റാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ടെക്നിക്കാണ് റോൾ പ്ലേ ചെയ്ത് കൊടുക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കാം, നമുക്ക് ഇങ്ങനെ സംസാരിച്ചു നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനൊക്കെ അങ്ങനത്തെ കുറച്ച് ടിപ്സും ട്രിക്സുകളൊക്കെ ഉണ്ട് കമ്മ്യൂണിക്കേഷനിൽ. നമുക്കിതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇതൊക്കെ അതിന്റെ ഒരു ടെക്നിക്സ് ആണ്. പിന്നെ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക. തെറികള് അങ്ങനത്തെ മോശം നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ഒരിക്കലും ജീവിതത്തിൽ ഒഴിവാക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിൽ കൂടുതലായിട്ട് ദേഷ്യപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ പറഞ്ഞ ക്രോസ് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത്
പാർട്ട്നേഴ്സിന്റെ ഫാമിലി മെമ്പേഴ്സിനെ അതിൽ വലിച്ചയക്കാതിരിക്കുക. ഇതൊക്കെ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ്. ദെൻ ഇനി നമുക്ക് ഫാമിലി മാനേജ്മെന്റിൽ പറയുന്ന മറ്റൊരു ഇതാണ് ടൈം മാനേജ്മെന്റ്. ടൈമിലാണ്. ഈ ടൈം എന്ന് പറഞ്ഞത് ഇപ്പോഴും ടൈമില്ല, അത് വേറെ കാര്യം. അപ്പോൾ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് വല്ലാത്തൊരു എന്താ പറയാ, ഇപ്പൊ കിട്ടാത്ത ഒരു സംഭവമാണ്. പൈസ കൊടുത്താലും വാങ്ങാൻ പറ്റാത്ത ഒന്നാണ്. നമുക്ക് സമയം എത്ര തേച്ചിട്ടും തികയുന്നില്ല അല്ലെ? സമയം അങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ദിവസം 24 hour ഉണ്ടെന്നുണ്ടെങ്കിലും ഈ 24 മണിക്കൂറും നമുക്ക് മതിയാവുന്നില്ല, ഓടിയിട്ട് എത്തുന്നില്ല, എനിക്ക് സമയം കിട്ടുന്നില്ല. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു, ഇങ്ങനെ വിചാരിച്ചിരുന്നു, അങ്ങനെ ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടുന്നില്ല. നേരം വൈകി, അല്ലെങ്കിൽ സമയം കിട്ടുന്നില്ല. നാളെ പോവാം, അല്ലെങ്കിൽ നാളെ ചെയ്യാം. ഇങ്ങനെ നാളേക്ക് മാറ്റി വെക്കും തോറും നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ വർക്ക് ലോഡ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ഉണ്ടായാലും ഈ 24 മണിക്കൂർ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. 8, 8, 8 3 8കളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ 8 മണിക്കൂർ നമ്മളെ ജോബാണ്. ജോബില്ലാതെ പറ്റൂല. പിന്നെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ജോബ് അത്യാവശ്യമാണ്. അപ്പൊ ആദ്യത്തെ 8 മണിക്കൂർ ജോബിൽ ശ്രദ്ധിക്കാം. രണ്ടാമത്തെ 8 മണിക്കൂർ റെസ്റ്റ് ഇല്ലാതെ ലൈഫ് ഇല്ല. റെസ്റ്റ് ഇല്ലാതെ ഓടിയാൽ ലൈഫ് ഉണ്ടാവില്ല. അപ്പോൾ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് ഫുഡ്, ഭക്ഷണം, ഉറക്കം, മറ്റു കാര്യങ്ങളൊക്കെ ഈ 8 മണിക്കൂർ. ദെൻ റിമൈൻ 8 hour, ബാക്കിയുള്ള 8 മണിക്കൂർ അത് ഫാമിലിക്കുള്ളതാണ്. അതിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. പക്ഷെ ഇന്നത്തെ തലമുറ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ലാസ്റ്റത്തെ 8 മണിക്കൂറും മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? പൈസക്ക് വേണ്ടി. പക്ഷെ ഈ പൈസ ആർക്ക് വേണ്ടി സമ്പാദിക്കുന്നത്? കുടുംബത്തിന് വേണ്ടി. അവസാനം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാലേ ഈ പറഞ്ഞ കുടുംബം നമ്മുടെ കൂടെ ഉണ്ടാവുമോ? ഇല്ല. പൈസ ഇതിനെക്കാട്ടി മൂല്യമുള്ളതാണ് ഈ പറഞ്ഞ പോലെ കുടുംബ ബന്ധവും സ്നേഹവും ഒക്കെ. അത് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പൈസ കൊടുത്താൽ വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല സമയവും കുടുംബ ബന്ധവും. അത് ഏത് നിമിഷവും നമുക്ക് നഷ്ടപ്പെടാം. ഇപ്പൊ ഈ പറഞ്ഞ 24 മണിക്കൂറും പൈസ ഉണ്ടാക്കണം, ബിസിനസ്, മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ഓടി നടക്കുമ്പോഴും നമ്മൾ പല ആളുകളും പറയുന്ന പോലെ ഉണ്ട്, ഞാൻ ഈ പിന്നെ അധ്വാനിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ സമ്പാദിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്ന ഒരു ടോക്ക് പൊതുവെ കണ്ടുവരാറുണ്ട്. പക്ഷെ ഈ സമ്പാദ്യം കൊണ്ട് മാത്രം നമുക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണമെന്നുണ്ടോ? ഒരുപാട് പിന്നെ ലക്ഷറി ലൈഫ് പിന്നെ ജീവിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് കുടുംബത്തിൽ മനസ്സമാധാനം, സമാധാനം, സ്വസ്ഥത എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടോ? ഒരുമിച്ചിരുന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടോ? പിന്നെ ഒരു നേരം സംസാരിക്കുന്നുണ്ടോ? തന്നെ ഭാര്യയോടും മക്കളോടൊപ്പം കൂടി കുറച്ചു നേരം, ഒരു 5 മിനിറ്റ് അവർ ചെലവഴിക്കുന്നുണ്ടോ? ഇല്ല. അവർ ഓടുകയാണ്. സമയം അവരുടെ ബാക്കിലാണ് ഓടുന്നത്. അവർ അതിനെക്കാട്ടി സ്പീഡിൽ അവർ ഓടുന്നുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെ നമുക്ക് നമ്മുടെ ഫാമിലി ലൈഫിൽ ടൈം എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും 24 മണിക്കൂർ എന്നുള്ള ഒരു ദിവസത്തെ ആ ഒരു ടൈമിന് 3 ഡിവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതില് പിന്നെ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ ഈ 3 8നെയും അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യാതിരിക്കുക. അതായത് 24 മണിക്കൂറും വർക്ക് എന്ന് പറഞ്ഞ് ചെയ്യാതെ ആദ്യത്തെ 8 മണിക്കൂർ ജോബിന് കൊടുക്കുക, രണ്ടാമത്തെ 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യുക, മൂന്നാമത്തെ 8 മണിക്കൂർ അത് ഫാമിലിക്കുള്ളതാണ്. അതിലൊരു കോംപ്രമൈസും ചെയ്യരുത്. ഇനി എന്ത് ഉണ്ടായാലും പിന്നെ ആദ്യത്തെ 8 മണി ജോബിന്റെ കാര്യങ്ങളായിക്കോട്ടെ, ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കും. അത് ആദ്യത്തെ 8 മണിക്കൂർ സ്കെഡ്യൂൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഈ ഇന്നത്തെ തലമുറയിലെ അധിക കുട്ടികളും ഒരുപക്ഷെ അവരുടെ ഫാദറിനെ കാണാറുണ്ടാവില്ല. മേ ബി സൺഡേസിലൊക്കെ ആയിരിക്കും. രാവിലെ അവർ എണീക്കുന്നതിന് മുന്നേ ഓഫീസിൽ പോകും, രാത്രി ഏറെ വൈകി വരിക. ഇതൊക്കെ പിന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് മാരീഡ് ലൈഫിന്റെ ആദ്യത്തെ കുറച്ച് വർഷങ്ങളാണ്. ആ സമയത്തെങ്കിലും ഒരുമിച്ചുണ്ടാവുക, അല്ലെങ്കിൽ ഒരുമിച്ച് ചെലവഴിക്കുക എന്നുള്ളത് ഫാമിലി ലൈഫിനെ ഒരുപാട് ആഴങ്ങളിലേക്ക് എത്തിക്കും. സോ
ഇതില് ഈ ടൈമിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ക്വാളിറ്റി ടൈം ഉണ്ട്. ഈ ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാല് ഒരു 5 മിനിറ്റ് ഒരുമിച്ച് ഇരുന്നാൽ പോലും അതൊരു ക്വാളിറ്റി ടൈമാണ്. മറ്റു എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും ഒഴിവായി ഫോൺ ആയിക്കോട്ടെ, മറ്റു സംസാരങ്ങളായിക്കോട്ടെ, എല്ലതും ഈ ക്വാളിറ്റി ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാല് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പരിഭവങ്ങളോ ഇതൊന്നും പറയാതെ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കാര്യങ്ങൾ സംസാരിക്കുക, മക്കളെ കുറിച്ച് സംസാരിക്കുക, ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുക, അങ്ങനത്തെ കുറച്ച് നല്ല നല്ല മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് ക്വാളിറ്റി ടൈം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 4 ടൈപ്പ് ക്വാളിറ്റി ടൈംസ് ഉണ്ട്. എല്ലതും ക്വാളിറ്റി ടൈംസ് ആണ്. അതിൽ ബെസ്റ്റ് ഓഫ് 4 ക്വാളിറ്റി ടൈംസ് ആണ് ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, അത് ടൈം ഓഫ് വേക്കപ്പ്. രാവിലെ നമ്മുടെ പാർട്ണർ ഉണരുന്ന സമയത്ത് എല്ലാ വേർഡ്സ് ഓഫ് അഫർമേഷൻസ് അല്ലെ. നമ്മുടെ ഫാമിലി ലൈഫിൽ മറ്റൊരു ടോപ്പിക് വരുന്നുണ്ട്, ലവ് ലാംഗ്വേജസ് അല്ലെ. സ്നേഹത്തിന് 5 ഭാഷകളാണുള്ളത്. അതിൽ പറയുന്ന ഒന്നാണ് വേർഡ്സ് ഓഫ് അഫർമേഷൻ എന്ന് പറയുന്നത്. പരസ്പരം നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ളത്. അതായത് പുകയറ്റി സംസാരിക്കുക എന്നല്ല, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നല്ല ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരാൾ തന്നെ എണീക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരെ വെയിക്കപ്പ് ചെയ്യാം. നേരെ മറിച്ച് പിന്നെ എണീച്ചോടി നേരെ എത്ര ആയി ഇപ്പോഴും കിടന്നുറങ്ങുകയാണ്, ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി എണീക്കൂടെ നേരമില്ല. നമ്മള് അധികം കുട്ടികളുടെ സ്കൂൾ ടൈം ആയിരിക്കും. അപ്പൊ ആ സമയത്ത് കിച്ചണിലായാലും കുറെ കിച്ചണിൽ ഇടുന്ന് ഓടണം, പിന്നെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കണം. ഈ ഒരു ഹറിബറിയിൽ നമ്മള് ചിലപ്പോ അവരെ ശ്രദ്ധിക്കാറ് പോലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ രാവിലെ അവരെ എണീച്ച് വരുമ്പോൾ ചിലപ്പോ ഈ കുട്ടികളുടെ ദേഷ്യം അവിടെ തീർക്കും, അല്ലെങ്കിൽ അവരോടുള്ള ദേഷ്യം കുട്ടികളായിരിക്കും. ഇതിപ്പോ ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് നമ്മളെ പാർട്ട്ണറുടെ കേസിൽ മാത്രമല്ല, ഇത് കുട്ടികൾക്കും ബാധകമാണ്. കുട്ടികളുടെ കേസിൽ കുട്ടികളും രാവിലെ എണീക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരെ എണീപ്പിക്കും. നമ്മൾ സ്കൂളിൽ പോവണ്ടേ, നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞ ആ ബോഡി ലാംഗ്വേജും ടോണും അവിടെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അവിടെ വേർഡ്സ് കുറച്ചിട്ട് ടോണിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പൊ നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരെ രാവിലെ തന്നെ എഴുന്നേൽപ്പിച്ചാൽ അത് അവർക്ക് ആ ദിവസം മുഴുവൻ ഊർജം നൽകുന്ന ഒന്നായിരിക്കും. നേരെ മറിച്ച് അവരോട് കുറെ കാര്യത്തിൽ സംസാരിക്കുക, അല്ലെങ്കിൽ എനിക്ക് സമയമില്ല, അങ്ങനെ ആയിക്കോളി ഇങ്ങടെ ആയിക്കോളി എന്ന രീതിയിൽ സംസാരിക്കുന്നതിന് പകരം ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ അവിടെ നല്ലൊരു ഫ്രഷ്നെസ്, അവരുടെ ഒരു മൈൻഡ്ഫുൾനെസ് അവർക്ക് കിട്ടും. അത് ജോലിക്ക് പോകാനായിക്കോട്ടെ, മറ്റ് വർക്കിലായിക്കോട്ടെ, അന്നത്തെ ഫുൾ ഡേ അവർ എനർജറ്റിക് ആയിരിക്കും. രണ്ടാമത്തെ കാര്യമാണ് അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഈ ഉറങ്ങാൻ പോകുന്ന സമയത്ത് പറഞ്ഞാല് ഉറക്കിലേക്ക് ഇങ്ങനെ വൈദ്യുതി വീഴുന്ന സമയം ഉണ്ടല്ലോ. എന്നാലും ഫുള്ളായിട്ട് ഉറങ്ങിയിട്ടും ഇല്ല, എന്നാലും കുറച്ചങ്ങനെ ഉറക്കിങ്ങനെ വരുന്നുണ്ട്, കണ്ണിങ്ങനെ മാറിപ്പോകുന്ന ഒരു ടൈം. അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്ന ആ ഒരു സമയം. ഈ സമയത്ത് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അത് ആരോടായിക്കോട്ടെ, ഒരു ഹ്യൂമനോട് ഒരു കാര്യം നമ്മൾ കുട്ടികൾക്ക് നമുക്ക് ഈ അതായത് ഈ കുട്ടികൾ പറഞ്ഞു കേൾക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും, ഭയങ്കര കുസൃതിയുള്ള കുട്ടികളൊക്കെ. ഈ കുട്ടികൾക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ഉപദേശങ്ങളോ അല്ലെങ്കിൽ ഒരു ഉപദേശം പോലല്ല, എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ പറഞ്ഞു കൊടുക്കുക. മോൻ അങ്ങനെ ചെയ്ത് ശരിയായില്ല, നല്ല കുട്ടിയല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ, ഇങ്ങനത്തെ കുട്ടികളാണ് നല്ല കുട്ടികൾ എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് മൈൻഡിൽ പെട്ടെന്ന് കയറും. അത് ആ മോർണിംഗ് വരെ അവരുടെ മൈൻഡിൽ ഉണ്ടാകും. അത് നമ്മള് സൈക്കോളജിയിൽ പറയുന്ന ഒരു മിനിമം ഒരു 60 days ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നല്ല റാക്കിളായിട്ടുള്ള മാറ്റം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ അതേപോലെ നമ്മുടെ പാർട്ട്ണർ അടുത്ത് നമ്മൾ രാത്രി സംസാരിക്കുന്ന സമയത്തും ഈ സമയത്തും നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നങ്ങളോ പരിഭവങ്ങളോ അങ്ങോട്ട് കൊണ്ടിരുന്ന അങ്ങനെ ചെയ്ത് ശരിയായില്ല, എനിക്കിത് ഇങ്ങനെ വേണം, എനിക്കിത് വേണം, അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈഗോ പ്രശ്നങ്ങളോ ഒന്നും സംസാരിക്കാതെ നല്ല കാര്യങ്ങളൊക്കെ എന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ മാത്രം പറയാം. കുറച്ചൊക്കെ റൊമാൻറ്റിക് ആയിട്ട് കുറച്ച് പിന്നെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ അന്ന് ആ പാർട്ണറുടെ മൈൻഡിൽ അല്ലെങ്കിൽ അന്ന് രാവിലെ വരെ ആ ഒരു ചിന്തയായിരിക്കും ഉണ്ടാകും. നേരെ മറിച്ച് നമ്മള് ഈ പറഞ്ഞ പോലെ പിന്നെ ഫുള്ള് പ്രശ്നങ്ങള് എന്താണ് പൈസ ഇല്ല, അങ്ങനെ അതില്ല, ഇതിന്റെ ടെൻഷൻസ് കാര്യങ്ങള് ഇതൊക്കെ പറയുമ്പോൾ
ആ എൻ്റെ മോർണിംഗ് വരെ ഈ ഒരു കാര്യങ്ങളായിരിക്കും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുക. അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഒരു ക്വാളിറ്റി ടൈമാണ്. പിന്നെ നമ്മളെ പാർട്ട്ണർ പുറത്തു പോകുന്ന സമയത്ത് ഒരു ഗസ്റ്റിനെ നമ്മൾ എങ്ങനെയാണോ പിന്നെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് പുറത്തു പോകുമ്പോൾ അത് നമ്മള് അവരുടെ ബാക്കിൽ പരിപാലിക്കില്ല. ആ രീതിയിൽ നമ്മൾ അവരെ സീ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അത് ലാസ്റ്റത്തെ ഒരു 5 മിനിറ്റ് അവർ പോകുന്നതിന്റെ ഒരു 5 മിനിറ്റ് മറ്റു എല്ലാ വർക്കും നിങ്ങൾ തീർത്തുകാണ്ട് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നടക്കുന്നതാണ്. ലാസ്റ്റ് അവരെ പിന്നെ പാർട്ണർ വർക്കിന് പോകുന്ന ആ സമയത്ത് ലേഡീസിന് പൊതുവെ കിട്ടാറുണ്ടാവില്ല. ഏതായാലും മെയിൻലി ജെന്റ്സ് വർക്കിന് പോകുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ഒരു 5 മിനിറ്റ് അവരുടെ കൂടെ നിൽക്കുക. അവരുടെ പിന്നെ ആക്സസറീസ് ഒക്കെ എടുത്തു കൊടുക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഒന്ന് ഹഗ് ചെയ്യുക, ഒന്ന് കിസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ യുവർ ഫാമിലി ലൈഫ് വിൽ ബി വണ്ടർഫുൾ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് ഡെയിലി ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് തിരിച്ച് ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരാനൊരു എന്താ പറയാ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. പെട്ടെന്ന് വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് പോകും. നേരെ മറിച്ച് ചില വീടുകൾ കണ്ട പിന്നെ ഹസ്ബൻഡ്സ് ജോലിക്ക് പോകുന്നത് അവർ കാണാറേ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനത്തെ സമയത്ത് അവർക്ക് വീട്ടിൽ പോയിട്ട് ഇപ്പൊ എന്താ നമ്മളാരും ശ്രദ്ധിക്കാനില്ലല്ലോ എന്നൊക്കെ ആയിട്ടുള്ളൊരു മൈൻഡ് വരും. ഇങ്ങനത്തെ മൈൻഡ് വരുമ്പോഴാണ് മറ്റു പല കാര്യങ്ങളിലേക്കും ഇത് പോകുന്നത്. അപ്പൊ എന്നും ഹസ്ബൻഡ് പുറത്ത് വർക്കിന് പോകുന്ന സമയത്ത് ലാസ്റ്റത്തെ ഒരു 5 മിനിറ്റ് അവർക്ക് വേണ്ടി മാറ്റി വെക്കുക. അവരുടെ ആക്സസറീസ് അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അവര് കണ്ണിൽ നിന്ന് മറയുന്നത് വരെ പറ്റുമെങ്കിൽ നോക്കി നിൽക്കുക എന്നുള്ളതാണ് അവർക്ക് കൊടുക്കാവുന്ന ഒരു ബ്രൈറ്റ്ഫുൾ മോർണിംഗിൽ പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെയാണ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ഗസ്റ്റ് എങ്ങനെയാണോ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് ആ രീതിയിൽ അവരാകെ ടയേർഡായിരിക്കുന്ന സമയത്ത് കയറി വരുമ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ ഒരുപാട് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ സാധനം വാങ്ങിക്കാനുള്ളത്, അതില്ല ഇതില്ല നിങ്ങൾ അല്ലെങ്കിൽ വാങ്ങിയ സാധനത്തിന് കുറ്റം പറയാം, അല്ലെങ്കിൽ ലേറ്റ് ആയതിന് കുറെ കുറ്റം പറയാം. കയറി കാലിങ്ങനെ സ്റ്റെപ്പിലേക്ക് എടുത്ത് വെക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഇത് തുടങ്ങും ഒരുപാട് കാര്യങ്ങൾ. ഇതിനൊക്കെ പുറമെ ആദ്യം കയറി വരുമ്പോ തന്നെ കയ്യിൽ എന്തെങ്കിലും ബാഗോ കവറോ ഉണ്ടെങ്കിൽ അത് വാങ്ങി വെച്ചിട്ട് അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. അവരുടെ ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് അവർക്ക് നല്ല ചൂടോടൊക്കെ ഭക്ഷണം കൊടുക്കുക. ഇതൊക്കെ നമ്മളൊരു ഗസ്റ്റ് വീട്ടിലേക്ക് വന്നാൽ ഇങ്ങനെയല്ലേ ചെയ്യാല്ലേ. അപ്പൊ എങ്ങനെയാണ് ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുക, ആ രീതിയിൽ നമ്മളെ പാർട്ട്ണർ നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഗസ്റ്റ് എങ്ങനെയാണോ തിരിച്ചു പോവുക ആ രീതിയിൽ അവർ സീ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങൾ നമ്മളെ ഈ ക്വാളിറ്റി ടൈമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് മതി. ഏറ്റവും ചുരുങ്ങിയത് ഇതെങ്കിലും ഉണ്ടായാൽ ലൈഫ് വിൽ ബി വെരി ബ്യൂട്ടിഫുൾ. പിന്നെ നമുക്ക് ഇതിൽ പറയുന്നതാണ് ഈ ടൈം ഇപ്പൊ ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞു. ഇപ്പൊ എങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പൊ ഒരാൾ പറഞ്ഞ പോലെ ഉപദേശിക്കാനും സംസാരിക്കാനും ആർക്കും പറ്റും. പക്ഷെ അത് പ്രാവർത്തികമാക്കാനാണ് പലർക്കും പറ്റാത്തത്. ഹിയർ ഇസ് ദ ടെക്നിക്. എങ്ങനെയാണ് നമുക്ക് ടൈം മാനേജ് ചെയ്യാം? ആക്സസ് യുവർ ടൈം. നമുക്ക് എത്ര ടൈം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഈ 24 മണിക്കൂർ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പിന്നെ നോട്ട് എടുത്തോണ്ട് എഴുതാം. ഇപ്പൊ 24 മണിക്കൂർ ഞാൻ 24 മണിക്കൂർ എന്ത് ചെയ്തു, എത്ര സമയം ഞാൻ ഓഫീസിൽ ചെലവഴിച്ചു, എത്ര സമയം ഞാൻ വീട്ടിൽ ചെലവഴിച്ചു, എത്ര സമയം ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ചെലവഴിച്ചു. ഓരോന്നും ലിസ്റ്റ് ചെയ്യാം. എവിടെയാണ് ഞാൻ തിരുത്തേണ്ടത്, എവിടെയാണ് കൂട്ടേണ്ടത്, എവിടെയാണ് ഞാൻ കുറയ്ക്കേണ്ടത് എന്ന് പിന്നെ ആദ്യം നമുക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും എവിടെയാണ് എനിക്ക് പറ്റിയ ഫോൾട്ട്. അത് നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കുന്നതാണ്. രണ്ടാമത്തതാണ് ടൈം പ്ലാനിങ്. ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാക്കുക. ഇന്ന സമയത്ത് അത് പറഞ്ഞ 8 hour ഫാമിലിക്ക്, 8 hour വർക്കിന്, 8 hour റെസ്റ്റിന് എന്ന് പറഞ്ഞ ഒരു പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ ഇന്ന സമയമാകുമ്പോൾ ഇന്ന് ഞാൻ ഈ സ്ഥലത്ത് എത്തണം. അത് ചിലപ്പോൾ എത്തിക്കൊള്ളില്ല, അത് പിന്നെ ദൈവത്തിന്റെ കയ്യിലാണ്. എങ്കിൽ പോലും നമുക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടൈം പ്ലാൻ ചെയ്യും. എന്ന സമയത്ത് എത്തണം, അല്ലെങ്കിൽ രാത്രി 7 മണിയാകുമ്പോൾ എനിക്ക് വീട്ടിലെത്തണം, ബാക്കി ടൈം ഫാമിലിക്കുള്ളതാണ്. പിന്നെ ഞാൻ എന്ത് പ്രോഗ്രാംസ് വന്നാലും ഞാനത് പിന്നെ ഏറ്റെടുക്കൂല എന്ന രീതിയിൽ നമുക്ക് തന്നെ നമ്മുടെ ലൈഫിൽ ഒരു ഈ അടുക്കും ചിട്ടയൊക്കെ എന്ന് പറയുന്ന പോലെ ഒരു ടൈമിലും ഒരു മാനേജ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഫിക്സ് യുവർ പ്രയോറിറ്റീസ്. ഇതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.
പ്രയോറിറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റീസ് പറഞ്ഞാല് നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ടൈം കിട്ടുക. ഇപ്പൊ നമുക്ക് ഫാമിലിനെക്കാട്ടും പ്രാധാന്യം മറ്റൊരു കാര്യത്തിനാണെങ്കിൽ നമ്മൾ അതിന് സമയം കണ്ടെത്തും. സ്വാഭാവികമാണ്. നമുക്ക് നമ്മൾ കൂടുതൽ സമയം എന്തിനാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത് അതായിരിക്കും നമ്മുടെ കൂടുതൽ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ മാറ്റുക. എന്തിനാണോ നമ്മൾ കൂടുതൽ പ്രയോറിറ്റീസ് കൊടുക്കുന്നത് അതാദ്യം ലിസ്റ്റ് ചെയ്യുക, അതിന് കൂടുതൽ സമയം ചെലവഴിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഫാമിലിയാണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനകത്ത് പറഞ്ഞ പോലെ ആ 8 hour അവർക്കുള്ള പ്രയോറിറ്റി ടൈമാണ്. അപ്പൊ നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ തീരുമാനിക്കും. പലർക്കും പല പ്രയോറിറ്റീസ് ആയിരിക്കും, അതിനനുസരിച്ച് തീരുമാനിക്കും. ഇപ്പൊ നമ്മൾ ചില ആളുകൾ പറഞ്ഞു കേൾക്കേണ്ടത് എനിക്ക് അതിന് സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ പോകണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ എത്താൻ പറ്റില്ല, നേരം വൈകിപ്പോയതൊക്കെ പറയും. ഒരു പക്ഷെ അത് അവരുടെ പ്രയോറിറ്റി അല്ല, അതുകൊണ്ടാണ് അവർക്ക് അതിന് സമയം കിട്ടാത്തത്. നേരെ മറിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട അവരാഗ്രഹിക്കുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ അവരതിന് സമയം കണ്ടെത്തും. തീർച്ച അത് എത്ര തന്നെ വൈകിട്ടാണെങ്കിലും അവരവിടെ എത്തിയിരിക്കും. കാരണം അവർക്ക് അതാണ് പ്രയോറിറ്റീസ്. അപ്പൊ ഇവിടെ നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഇൻഡിവിജ്വലി എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം സമയമാണ് ഓരോന്നിനും കൊടുക്കുന്നതുണ്ട്. അതേപോലെ ഒന്നാണ് നമ്മുടെ ഫോണ് യൂസ് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞത്. നമ്മുടെ എല്ലാ ഫോണിലും ഉണ്ടാകും ഈ സ്ക്രീൻ ടൈം പറഞ്ഞ ഒരു വിഡ്ജറ്റ് ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും അത് പിന്നെ നമ്മുടെ ഹോമില് ഫോണ് തുറക്കുന്ന സമയത്ത് ഹോം ഉണ്ടല്ലോ, മീൻസ് ഫസ്റ്റ് വരുന്ന സ്ക്രീൻ, അവിടെ ആ വിഡ്ജറ്റ് ആഡ് ചെയ്താലേ നമുക്ക് ഓരോ സമയത്തും ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിലുണ്ടാവും 1 hour യൂസ് ഉണ്ട്. അതിൽ 25 മിനിറ്റ് വാട്സപ്പ്, അല്ലെങ്കിൽ 15 മിനിറ്റ് ഫേസ്ബുക്ക്, ബാക്കി 30 മിനിറ്റ് പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ ഉണ്ടാകും. അപ്പൊ അത് നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ചില സമയത്ത് 3 hour 1 minute, 3 hour 16 minutes നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഇത്രയും നേരം ഫോൺ ഉപയോഗിച്ചോ, അപ്പൊ എത്രങ്ങാനും നേരം ഞാൻ ഇതിന്മേൽ ഇരുന്നുല്ലേ എന്നൊരു ചിന്ത നമുക്ക് തന്നെ തോന്നിപ്പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളത് കുറക്കാൻ ശ്രമിക്കും. ഇപ്പോ അപ്പൊ എല്ലാരും എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. ഇതേപോലെ ഞാനിപ്പോ 2 hour എടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ? 2 hour 41 minutes ആണ് അതില് എൻ്റെ സ്ക്രീൻ ടൈം പറഞ്ഞത്. അപ്പൊ ഇതേപോലെ ഓരോരുത്തരും അവരുടെ സ്ക്രീൻ ടൈം ഈ ഹോമിൽ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു ബോധ്യം ഉണ്ടാകും. ഇപ്പൊ ഞാൻ തന്നെ ഈ 2 മണിക്കൂർ 41 മിനിറ്റ് എന്തിനൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചതെന്നുള്ളത് ഇവിടെ ലിസ്റ്റ് ഔട്ട് ആണ്, ഇവിടെ കാണുന്നുണ്ട്. ഈ 2 മണിക്കൂർ നമുക്ക് ഈ ഫോൺ നോക്കി, ചിലപ്പോ ഈ ഫോൺ നോക്കിയിട്ട് നമുക്ക് വർക്കിന്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, മറ്റു പല കാര്യങ്ങളും ആയിരിക്കാം. പക്ഷെ ഈ 2 മണിക്കൂർ നമുക്ക് എന്തുകൊണ്ട് ഫാമിലിയുമായിട്ട് മിങ്കിൾ ചെയ്തുകൂടാ, അല്ലെങ്കിൽ മറ്റു ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് വർക്ക് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ചെയ്തുകൂടാ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് അവിടെ പ്രയോറിറ്റീസ് ആണ് കൂടുതൽ. പ്രയോറിറ്റി ഫോണിനാണെങ്കിൽ അവിടെ ഹവറിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും, മണിക്കൂറുകൾ കൂടിക്കൊണ്ടേയിരിക്കും, 2, 3, 4 ഒക്കെ ആവാം. പിന്നെ പറഞ്ഞ നെക്സ്റ്റ് പോയിന്റ് ആണ് ഓർഗനൈസിങ്. നമ്മൾ ഓർഗനൈസ് ചെയ്യും നമ്മൾ ടൈം എങ്ങനെ, നേരത്തെ പറഞ്ഞ ടൈം പ്ലാനിങ് പറഞ്ഞപ്പോൾ തന്നെ ടൈം എങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യാം എന്നുള്ളതാണ് ഈ പ്രയോറിറ്റീസ് പറയുന്നത്. നല്ല രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് ടൈമിനെ ഓർഗനൈസ് ചെയ്യാം എന്നുള്ളതാണ് അടുത്തത്. പിന്നെ മൾട്ടി ടാസ്ക് ആണ്. നമ്മൾ ഈ ലേഡീസിനെ കൊണ്ട് അധികം പറയുന്ന ഒരു ലേഡീസിന്റെ ഒരു മെറിറ്റ് ആണ് മൾട്ടി ടാസ്ക് പറഞ്ഞത്. അറ്റ് എ ടൈം 1 or more than 1 ടാസ്ക് ഉണ്ട്. ഒരു സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ ജോലികളായിക്കോട്ടെ പ്രവർത്തികളായിക്കോട്ടെ നമ്മൾ ചെയ്യും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഈ ടൈം അവിടെ ലാഭം കിട്ടും. കിച്ചണിലുള്ള വർക്ക് ആയിക്കോട്ടെ, കുട്ടികളെ പറഞ്ഞേക്കാനായിക്കോട്ടെ. ഇപ്പൊ അത് ലേഡീസിന് മാത്രമല്ല ജെന്റ്സിനും മൾട്ടി ടാസ്ക് പറ്റൂല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ആ രീതിയിൽ നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാക്സിമം വിനിയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ ഡെലിഗേറ്റ് യുവർ ഡ്യൂട്ടീസ്, അതായത് പരസ്പരം പാർട്ട്നേഴ്സ് തമ്മിൽ പരസ്പരം ഇന്നത്തെ കാലത്ത് 2 പേരും അധികം ജോലിക്ക് പോകുന്നവരാണ്. അപ്പൊ അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ ഷെയർ ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വൈഫിനായാലും ഹസ്ബൻഡിനായാലും അവർക്ക് അവിടെ സമയം ലാഭിക്കാൻ പറ്റും.
അപ്പൊ വൈഫ് ഡ്യൂട്ടിക്ക് പോകുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് തിരിച്ചു വന്നിട്ട് വേണം കുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അയണിങ്, വാഷിങ്, ലോണ്ടറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കിടക്കാൻ ഒരു 12 മണിയൊക്കെ ആവുന്നുണ്ടെങ്കിൽ അത്രയും സമയം അവർ അതിനുവേണ്ടി ഓൾറെഡി 8 hour അവർ വർക്ക് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. ഈ സമയത്ത് പറ്റുമെങ്കിൽ പാർട്ട്ണർ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവിടെ അത്രയും സമയം അവിടെ ചുരുങ്ങി നേരത്തെ കിടക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ഹസ്ബൻഡും ഇതേപോലെ ഒരുപാട് വർക്ക് ലോഡ് ആണെന്നെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അവർക്കും ഒരു റിലാക്സേഷനും ഈ ടൈമിൽ കിട്ടും. അപ്പൊ അവർക്ക് ഈ വർക്ക് കഴിഞ്ഞിട്ടുള്ള ടൈം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാഭിക്കാൻ പറ്റും. പിന്നെ ഇൻക്രീസ് അവൈലബിൾ റിസോഴ്സസ്, മാക്സിമം ടൈം എങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, എടുക്കാൻ പറ്റുമെന്ന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആണ്. ഈ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് ആയിക്കോട്ടെ, ഫോൺ കോൾസ് ആയിക്കോട്ടെ, മറ്റു മെഷീനറി ഐറ്റംസ് ആയിക്കോട്ടെ, അതൊക്കെ വെച്ചിട്ട് മാക്സിമം ടൈം നമ്മൾ എന്ത് ചെയ്യാം, ലാഭിക്കുക എന്നുള്ളതാണ് ഈ ടൈം മാനേജ്മെന്റിലെ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 5 minutes തരുന്നുണ്ട്. അപ്പൊ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫസൽ സർ സമയമുണ്ടോ? ഓക്കെ, നമുക്ക് ഏകദേശം ഒരു 8 മണി വരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാലും മാക്സിമം പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. ഓക്കെ, ഒരു 2 ടോപ്പിക് കൊണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫാമിലി ബജറ്റും പിന്നെ പ്രോബ്ലം സോൾവിങ് ഇൻ ഫാമിലി ലൈഫും, എങ്ങനെയൊക്കെ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഫാമിലി ബജറ്റ് ഒന്ന് നോക്കാം. ലാസ്റ്റ് പ്രോബ്ലം സോൾവിങ് അടുത്ത സെഷനിലേക്ക് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം 8 മണിനുള്ളിൽ അത് തീരില്ല. ഇപ്പൊ ബജറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്, പിന്നെ ലേഡീസിനോട് വയസ്സും പ്രായം, ജെൻസിനോട് അവരുടെ സാലറി ചോദിക്കരുതെന്ന്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തില് നമ്മുടെ പാർട്ട്നേഴ്സ് പരസ്പരം അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പരസ്പരം അറിയണം. ഇത് അറിയാത്തത് കൊണ്ടാണ് പല കുടുംബങ്ങളിലും ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. കാരണം വരവിനനുസരിച്ചുള്ള ചെലവാവൂല അവർ ഉണ്ടാക്കുക. കാരണം അവർക്ക് അവരുടെ ഹസ്ബൻഡ് പിന്നെ മേ ബി എഞ്ചിനീയർ ആയിരിക്കാം. ഇവരൊരു ധാരണയിൽ എത്തുകയാണ്, എഞ്ചിനീയർ ഒക്കെ അല്ലേ, ഒരു ഏറ്റവും ചുരുങ്ങിയ ഒരു 30-35 കിട്ടും. അപ്പൊ ഇവർ അതിനനുസരിച്ച് ചെലവാക്കാൻ തുടങ്ങും. എവിടെ പാവത്തിന് ചിലപ്പോൾ ഒരു 15 റുപ്യ 10 റുപ്യ കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷെ അവരത് എനിക്ക് ഇത്രയാണ് മന്ത്ലി ഇൻകം, അതിനനുസരിച്ച് ചെലവാക്കണം, അല്ലെങ്കിൽ ഇനി ഇത്ര ഇൻകത്തിൽ നമ്മൾ ജീവിക്കണം എന്നൊരിക്കലും അധികം ആരും പറയാറില്ല. ഇത് പറയാതെ ഇരുന്നാൽ നമ്മുടെ വൈഫ് ഇതൊരിക്കലും അറിയൂല. വൈഫ് ആയിക്കോട്ടെ, കുട്ടികളും ഈ ബജറ്റ് അറിഞ്ഞിരിക്കണം. സാലറി അറിയണം എന്നല്ല, നമ്മുടെ എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ അധികം കണ്ടുവരുന്ന ഒരു കാരണമാണ് പാരന്റ്സ് ഒക്കെ പറയുക, നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മക്കൾ ഒരിക്കലും ആ പ്രശ്നമോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കരുത് നമ്മളൊരു അധിക പാരന്റ്സ് പറയുന്നുണ്ട്. അത് തെറ്റാണ്. നമ്മൾ അങ്ങനെ നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കുട്ടികളോട് ഷെയർ ചെയ്യണം. അവര് എല്ലാം അറിഞ്ഞു വളരണം. അത് ഈ പറഞ്ഞ പോലെ ഫാമിലി ക്രൈസിസ് ആയിക്കോട്ടെ, പൈസ ഇല്ലെങ്കിൽ പൈസ ഇല്ല എന്ന് തന്നെ പറയണം. അപ്പൊ അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ ഒരു ചെറുപ്പം മുതലേ ഒരു പ്ലാനിങ് കൊടുക്കുക. ഇത്രയും ഒരു 10 രൂപ കൊടുക്കുകയാണെങ്കിൽ അതിൽ 5 രൂപന്റെ മിഠായിയാണ് വാങ്ങിക്കാൻ പറഞ്ഞത്, ബാക്കി 5 രൂപ ചോദിച്ചു വാങ്ങാം. അങ്ങനെ ആദ്യം മുതലേ അവർ ഡെവലപ്പ് ചെയ്തിരിക്കും. ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ കടം കയറിങ്ങാണ്ട് ഒരുപാട് ആളുകൾ കുടുംബസമേതം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ 4 അംഗം ഒരു കുടുംബത്തിലെ 4 പേരാണ് ആത്മഹത്യ ചെയ്തത്. അത് കടം ബാധിത മൂലമാണ്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ സമൂഹത്തിൽ വളരെ ഉന്നത നിലയിലുള്ള ആളുകളായിരിക്കാം സമൂഹത്തിൽ, പക്ഷെ വീടിന്റെ ഉള്ളിലെ അവസ്ഥ ആ ഗൃഹനാഥന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ സമൂഹത്തിൽ അവർ ഭയങ്കര പൈസക്കാരനാണ്, അങ്ങനെയാണ്, ഭയങ്കര കാറ് പിന്നെ ഇവരെ കാറ്, വണ്ടി, വീട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ അവരുടെ വീടിന്റെ ഉള്ളിൽ അവരെന്തായിരിക്കും, സ്വസ്ഥരായിരിക്കില്ല. ഈ പറഞ്ഞ പോലെ EMI ആണ് ഇന്നത്തെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത്. ഏതൊരു പിന്നെ ചെറിയ സാലറി ഉള്ള ആളുകളായിക്കോട്ടെ, ഒരു എക്സാമ്പിൾ പറഞ്ഞ 10,000 രൂപ സാലറി ഉള്ള ഒരു വ്യക്തി ഏറ്റവും ചുരുങ്ങിയൊരു 7,000 രൂപ വരെ EMI അടക്കേണ്ടി വരും.
ബാക്കി 3000 രൂപയ്ക്ക് അയാൾക്ക് ചിലപ്പോ ചെലവിന് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് എത്രയാണോ നമ്മുടെ വരവ്, ആ വരവിനനുസരിച്ച് ചെലവാക്കിയാൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത് നമ്മൾ പാർട്ട്ണറെ പറയണേ, ഇങ്ങനെ പറയാ, എൻ്റെ അടുത്ത് ഇത്രയും പൈസ ഉള്ളത്, അപ്പൊ അതുകൊണ്ട് നീ ഒന്ന് കണ്ടറിഞ്ഞു കണ്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവരനുസരിച്ച് ചെലവാക്കും. അത് നമ്മുടെ ഈ ഫാമിലി മാനേജ്മെന്റിൽ കുറച്ച് ടിപ്സ് ഉണ്ട് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ്. ഏതിനാണോ കൂടുതൽ പ്രയോറിറ്റി അതിന് കൂടുതൽ പൈസ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് കുറച്ച് മാറ്റി വെക്കുക. മെയിൻലി EMI മാക്സിമം കഴിയുന്നതും EMI എന്നുള്ള സംവിധാനം പാടെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് നമ്മളെ ഈ പറഞ്ഞ പോലെ കൂടുതൽ കടങ്ങളിലേക്കും കടത്തിലേക്ക് ആക്കുന്ന ഒന്നാണ്. ഒരു സമയത്ത് ഒരു മന്ത് വരുന്ന സമയത്ത് നമുക്ക് EMI അടക്കാൻ പറ്റുമെങ്കിൽ നമ്മളത് ഈ പറഞ്ഞ പോലെ പൈസ കുറച്ച് കണ്ട് തിരിക്കും, അല്ലെങ്കിൽ ആരുടെങ്കിലും കടം വാങ്ങും. പിന്നെ അതിന്റെ EMI വിട്ടാൽ പിന്നെ നടക്കേണ്ടി വരും. അപ്പൊ ഏത് പിന്നെ ചെറിയ സാലറിക്ക് പണിയെടുക്കുന്ന ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് EMI. നമ്മളെ കയ്യിൽ എത്ര പൈസ ഉണ്ടോ അതിനനുസരിച്ച് ജീവിക്കുക, അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാതെ ഭാവിയിൽ എനിക്ക് ഇത്രയും പൈസ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഒരിക്കലും ചെലവാക്കാതിരിക്കുക. അതേപോലെ EMI പോലത്തെ ലോണുകളിൽ നിന്നും മാക്സിമം ഒഴിവാകുക എന്നുള്ളതാണ്. പിന്നെ ഒരു മന്ത്ലി പ്ലാൻ ഉണ്ടാക്കുക. പിന്നെ എത്ര മാസം, ഒരു മന്തിൽ എനിക്ക് ഇത്ര എമൗണ്ട് കിട്ടുന്നുണ്ട്, ഈ എമൗണ്ട് വെച്ച് ഞാൻ എന്തൊക്കെ ചെയ്യണം, മന്ത്ലി വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യം ഉണ്ടാകും, പുറത്തേക്ക് എന്ത് ആവശ്യം ഉണ്ടാകും എന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിൽ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുക. ആഴ്ചകളിൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ മന്ത്ലി വാങ്ങുക. അതേപോലെ റീറ്റെയിൽ ആയിട്ട് സാധനങ്ങൾ വാങ്ങുന്നതിനെക്കാട്ടിയും പിന്നെ നല്ലത് ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങൾ വാങ്ങാം. അതേപോലെ സീസണൽ ആയിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനത്തെ ഐറ്റംസ് വാങ്ങാം. മാങ്ങയുടെ സീസൺ അല്ലാത്ത സമയത്ത് മാങ്ങ വാങ്ങാൻ പോയാൽ അതിന് കിലോന് 200, 250, 300 ഉണ്ടാവും. നേരെ മറിച്ച് മാങ്ങയുടെ സീസണിൽ മാങ്ങ വാങ്ങാൻ പോയാൽ അതിന് 100, 50 ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ പോലെ 3 കിലോ 100 ഇറങ്ങി ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സമയത്തൊക്കെ മാങ്ങ വാങ്ങാം. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. ഇപ്പൊ സീസണൽ ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഈ പദത്തിൽ പറഞ്ഞതാണ് ഫിക്സഡ് എക്സ്പെൻസ്, ഫ്യൂച്ചർ എക്സ്പെൻസ്, അതർ എക്സ്പെൻസ്. അതിൽ ഫിക്സഡ് എക്സ്പെൻസ് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പിന്നെ ഈ പറഞ്ഞ പോലെ നാളേക്ക് മാറ്റാൻ പറ്റാത്ത എക്സ്പെൻസ് ആണ്. ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ഗ്യാസ്, സ്കൂൾ ഫീസ്, അങ്ങനത്തെ ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസ് അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റൂല. ഫ്യൂച്ചർ എക്സ്പെൻസ് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പിന്നെ വിവാഹങ്ങളായിക്കോട്ടെ, മക്കളുടെ കാര്യങ്ങളായിക്കോട്ടെ, വീട്, കാറ്, മറ്റു ഫെസിലിറ്റീസിന് നമ്മൾ മാറ്റി വെക്കുന്ന എമൗണ്ട് ആയിക്കോട്ടെ, ഇതൊക്കെയാണ് ഫ്യൂച്ചർ എക്സ്പെൻസ്. മറ്റു അതർ എക്സ്പെൻസിൽ വരുന്നതാണ് ഈ പറഞ്ഞ എന്റർടൈൻമെന്റ്, ടൂറ്, പിന്നെ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള എന്റർടൈൻമെന്റ്. പിന്നെ ഒരുപാട് എന്താ പറയാ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. പിന്നെ ഉള്ളതിനും ഇല്ലാത്തതിനും, അല്ലെങ്കിൽ പിന്നെ എല്ലാ കാര്യത്തിനും ഈ കേക്ക് മുറിക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ വേണ്ടിയിട്ടും വേണ്ടാതെ ഒരുപാട് ഫങ്ഷൻസ് നടത്തുന്നുണ്ട്. അതൊക്കെ കുറച്ച് കുറക്കുക. ഇതൊക്കെയാണ് ഫാമിലി ബജറ്റിൽ വരുന്നത്. അതാണ് ഫിക്സഡ് എക്സ്പെൻസ്, ഫ്യൂച്ചർ എക്സ്പെൻസ്, അതർ എക്സ്പെൻസ് വരുന്നത്. അതേപോലെ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന സമയത്ത് ഇപ്പോ എല്ലാ സ്ഥലത്തുള്ളതാണ് സൂപ്പർ മാർക്കറ്റ്. ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് കയറി കഴിഞ്ഞാല് അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാല് സമയം പോലും, അല്ലെങ്കിൽ പുറത്ത് രാത്രിയാണോ വൈകുന്നേരമാണോ ഉച്ചയാണോ പോലും നമ്മൾ അറിയില്ല. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങിയാലും നമുക്ക് അറിയുള്ളൂ, ഇത്രയും സമയമായോ, നമ്മൾ എപ്പോ കയറിയതല്ല, ഇപ്പൊ അല്ല കയറിയിട്ടുള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവരുടെ സൂപ്പർ മാർക്കറ്റിന്റെ ഒരു ടെക്നിക്കാണത്. പിന്നെ കസ്റ്റമേഴ്സ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സമയം നോക്കാതെ, അല്ലെങ്കിൽ നമ്മള് ലിസ്റ്റിലില്ലാത്ത സാധനം വരെ നമ്മളിങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കൊട്ടയ്ക്ക് ഇങ്ങനെ എടുത്തു പോകും. നേരെ മറിച്ച് നമുക്ക് എന്താണോ വേണ്ടത് അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ലിസ്റ്റ് ഉണ്ടാക്കുക. ആ ലിസ്റ്റിലുള്ള സാധനം മാത്രം വാങ്ങി വരിക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യുക, എക്സ്ട്രാ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങാതെ പോരുന്നുള്ളതാണ്. പിന്നെ ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്ന മെയിൻ കാര്യം എന്ന് വെച്ചാല് പിന്നെ ഓവർ കോൺഫിഡൻസ് ആണ്. എനിക്ക് അല്ല അന്ന് ഒരു 5 ഉറുപ്പിക വരാണ്ട്, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഓവർ കോൺഫിഡൻസ് ആയിട്ട്
ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക, അല്ലെങ്കിൽ ഒരുപാട് ലക്ഷറി ആയിട്ട് പിന്നെ ജീവിക്കുക. ഇത് ഒരു ഓവർ കോൺഫിഡൻസും ഫാമിലി ബജറ്റിനെ തകർക്കുന്ന ഒന്നാണ്. അതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടി കമ്പയർ ചെയ്യും. പിന്നെ നമ്മുടെ നൈബർ ഒരു കാറ് വാങ്ങിയാൽ അവിടെ ഒരു കാറ് വാങ്ങി, അതിന് മുന്തിയ കാർ നമ്മൾ വാങ്ങണം. ഇങ്ങനത്തെ കമ്പാരിസൺസും കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ പണ്ടുള്ള കൊക്കിലൊതുങ്ങുന്നത് കൊത്താവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വരവിനനുസരിച്ച് നമുക്ക് താങ്ങാവുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക. മറ്റുള്ളവർ എന്ത് ചെയ്തു, മറ്റുള്ളവർ എന്ത് വാങ്ങി, മറ്റുള്ളവർ എന്ത് നേടി എന്നുള്ളതിന് പുറമെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് മാത്രം നോക്കിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ്, അത് ഈ പറഞ്ഞ പോലെ EMI ഇതൊക്കെ പറഞ്ഞ പോലത്തെ ഒന്നാണ്. ഇപ്പൊ നമ്മുടെ വിരലുകളിൽ നിന്ന് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകും. എന്നാലൊരു ന്യൂസ് ഉണ്ടായിരുന്നു, ഒരു നോർത്ത് ഇന്ത്യയിലോടോ ആണ്, ഒരു 5 ലക്ഷം, ഇത്ര ഒരു ബിഗ് എമൗണ്ട് ആണ്. അത്രയും എമൗണ്ട് ബാങ്കിൽ നിന്ന് പെട്ടെന്ന് ഡെബിറ്റ് ആയി പോയി പാരന്റിന്റെ. ആ മെസ്സേജ് വന്നപ്പോഴാണ് നോക്കുന്നത്. അപ്പൊ ഇത്രയും എമൗണ്ട് ഇതെങ്ങനെ ഡെബിറ്റ് ആയി നോക്കിയപ്പോ അവരുടെ മകന് ഷോപ്പ് ചെയ്തതാണ്. അതും അറിഞ്ഞുകൊണ്ട് ഷോപ്പ് ചെയ്യല്ല, കയ്യിൽ ഫോൺ കിട്ടിയപ്പോ കുട്ടി ഫോൺ എടുത്ത് കളിച്ചങ്ങാണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തോണ്ടി ഒരുപാട് ഐറ്റംസ് കൊണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഓൾറെഡി ചിലതൊക്കെ ലിങ്ക്ഡ് ആയിരിക്കാം ആപ്പൊക്കെ. അപ്പൊ ഇത്രയും എമൗണ്ട് പോയി. അപ്പൊ ഇത് നമ്മൾ മക്കൾ പോലും അറിയുന്നില്ല. അല്ലെങ്കിൽ ചില പാരന്റ്സ് എനിക്ക് ഏതെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ നമ്മള് ഒന്നാണ് ഗൂഗിൾ പേയുടെ സംവിധാനം. ഈ ഗൂഗിൾ പേയും നമ്മുടെ ഫാമിലി ബജറ്റ് തകർക്കുന്ന ഒന്നാണ്. നമ്മള് കയ്യിൽ ആദ്യമൊക്കെ പണ്ടൊക്കെ കയ്യിൽ ക്യാഷിനനുസരിച്ച് നമ്മൾ ചെലവാക്കി. ഇപ്പൊ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും ഗൂഗിൾ പേ ഉണ്ടല്ലോ, അത് ഇങ്ങനെ വെച്ചെടുത്താല് പൈസ അങ്ങനെ പോയിക്കോളും. അപ്പൊ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് എൻ്റെ ഒരു കസിന് പറഞ്ഞു, എൻ്റെ മകന് ഇതേപോലെ ഹോട്ടലിൽ പിന്നെ പുറത്തൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ട് ഫുഡ് കഴിക്കുമല്ലോ, എന്നിട്ട് പിന്നെ ഉമ്മാക്ക് വെച്ചിട്ട് പറയാം എത്ര എമൗണ്ട് ആയി ഒന്ന് ഗൂഗിൾ പേ ചെയ്തൊക്കെയാണ്. ഇതൊന്നും സത്യം പറഞ്ഞാൽ നല്ലൊരു ശീലം അല്ല. നമ്മുടെ മക്കളിലായിക്കോട്ടെ നമ്മളിലായിക്കോട്ടെ ആവശ്യത്തിന് മാത്രം പൈസ ചെലവാക്കുക. അത് ആദ്യ കുട്ടികളായാലും നമ്മൾ അത് പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ്, അതേപോലെ തന്നെ ഗൂഗിൾ പേന്റെ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്. ഈ ക്രെഡിറ്റ് കാർഡ് വേണ്ടി സ്വൈപ്പ് ചെയ്ത് അതിന്റെ ചിപ്പ് വരെ തേഞ്ഞ് വാങ്ങി പോയിട്ടുണ്ടാവും. 4 സ്വൈപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ ഈ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. നേരെ മറിച്ച് ഇത്രയും എമൗണ്ട് നമ്മൾ വീണ്ടും അടക്കണല്ലോ എന്നുള്ള സ്റ്റേജ് എത്തുമ്പോഴാണ് വേണ്ടിയിരുന്നില്ല നമുക്ക് ചിന്തിക്കുന്നത്. അപ്പൊ ഇതും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഫാമിലി ബജറ്റിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി നമുക്കൊരു ടോപ്പിക് കൂടി ഉണ്ട്, പ്രോബ്ലം സോൾവിങ് ഇൻ ഫാമിലി ലൈഫ്. ഇൻഷാല്ല മറ്റ് ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സാറിനോട് കോണ്ടാക്ട് ചെയ്താൽ ഞാൻ വീണ്ടും എടുക്കുന്നതാണ്. അപ്പോൾ ടൈം 5 മിനിറ്റ് എക്സ്റ്റെൻഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഐ എം റിയലി സോറി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താ ക്ലാസ്സിൽ പറയുന്നത്. ആർക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. നമ്മൾ ഇന്നെടുത്ത ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സംശയമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്, എല്ലാം ക്ലിയർ ആണെന്ന് തോന്നുന്നുണ്ട്. സോ നമുക്ക് വൈൻഡപ്പിലേക്ക് പോയാലോ അങ്ങനെയാണെങ്കിൽ? യെസ് ഉണ്ട്, പറയൂ. ശ്രീഷ.
സംശയം ഉണ്ടോ? മൈക്ക് എടുത്ത് സംസാരിച്ചോളൂ. സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ടെസ്റ്റ് ചെയ്താലും മതി. ഫാമിലി ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് അഫ്നാൻ. എന്താണ് കണ്ടിരുന്നോ? ഫാമിലിയിൽ ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ച് പറയാമോ എന്നാണ് ചോദിച്ചത്. ഫാമിലി ജെൻഡർ ഈക്വാലിറ്റി. ഓക്കെ, അത് സത്യം പറഞ്ഞാല് കുറച്ച് നേരം സംസാരിച്ചാൽ പോരാ. ജെൻഡർ ഈക്വാലിറ്റി പൊതുവെ സ്ത്രീകൾ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മള് എത്ര ജെൻഡർ ഈക്വാലിറ്റി വേണമെന്ന് പറഞ്ഞാലും ഒരു സുപ്പീരിയർ പവർ അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അത് നമ്മൾ എത്ര നമ്മൾ സ്വന്തം കാലിൽ നിന്ന് എന്ന് പറഞ്ഞാലും പൊതുവെ ഞാനും ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ ഫെമിനിസം പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലും തോറ്റു പോകാറാണ് പതിവ്. അപ്പോ എത്ര നമ്മൾ സ്വന്തം കാലിലാണ് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് സമ്പാദ്യവും മറ്റു കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു പിന്നെ എന്താ പറയാ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ നമ്മള് ഈ പറയുന്ന ഒരു കുളത്ത് എന്നൊക്കെ പറയാം. നമ്മള് ഈ ലേഡീസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു കുളത്ത് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. സത്യം പറഞ്ഞാല് ലേഡീസിനെ സംബന്ധിച്ചോളം അതൊരു എന്താ പറയാ ഒരു മെറിറ്റ് ആണ്, ഒരു ബ്ലെസ്സിങ് ആണ്. അത് ആ രീതിയിൽ കാണാം. പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വർക്ക് ലോഡ് അല്ലെങ്കിൽ കിച്ചണിലായിക്കോട്ടെ മറ്റെവിടെയെങ്കിലും ആയിക്കോട്ടെ ഒരു രണ്ടുപേരും ഒരേ രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. ജെൻഡർ ഈക്വാലിറ്റി അതിലൊക്കെ ഓക്കെയാണ്. പിന്നെ അതിലൊരു പിന്നെ പ്രശ്നങ്ങളും ഇല്ല. പിന്നെ എല്ലാത്തിനും പുറമെ സ്നേഹമാണ്. സ്നേഹമുള്ളിടത്ത് ഈ പറഞ്ഞ പോലെ പരസ്പരം ഉള്ള വിട്ടുവീഴ്ചകളും പരസ്പരം സഹായവും സഹകരണവും ഒക്കെ സ്നേഹം ഉണ്ടായാൽ അവിടെ എല്ലതും ഉണ്ടാകും. അവിടെ ഈക്വാലിറ്റി ഉണ്ടാകും. പിന്നെ ഹെൽപ്പ് ചെയ്യും, എല്ലാ കാര്യത്തിലും നമ്മളെ പിന്നെ സപ്പോർട്ട് ചെയ്യും, ഒക്കെ ചെയ്യും. ഈ സ്നേഹം എന്ന് പറഞ്ഞ ലവ് എന്ന് പറഞ്ഞ സാധനം അവിടെ നഷ്ടപ്പെടുന്നോ എന്ന് നഷ്ടപ്പെടുന്നോ അവിടെ ഈ പറഞ്ഞ പോലെ ഈക്വാലിറ്റി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതാണ് മെയിൻ ഈ കാര്യം എന്ന് പറയുന്നത്. Any more doubts? Okay, ma'am. Thank you. ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. ഇവിടുന്ന് ക്വസ്റ്റ്യന് സ്ത്രീയും പുരുഷനും തുല്യരായി ഇന്ന് ജോലി ചെയ്യുന്നു. സ്ത്രീകൾക്കാണ് കൂടുതൽ ജോലി ഭാരം. പുരുഷനും ഒന്ന് സപ്പോർട്ട് ചെയ്തോടെ എന്നാണ് ചോദിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഈക്വാലിറ്റിയിൽ പറയുന്ന കാര്യം തന്നെയാണ്. സ്നേഹമുള്ളിടത്ത് ഈ പറഞ്ഞ പോലെ സപ്പോർട്ടും പിന്നെ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും കെയറിങ്ങും തന്നെ വരും. അത് നിങ്ങൾ എന്ത് കൊടുക്കുന്നു അത് തിരിച്ചു കിട്ടുന്നതാണ് പറയുന്നത് അല്ലേ. അല്ലാതെ നമ്മളെ റബ്ബർ ബോൾ എറിഞ്ഞ പോലെ പിന്നെ എറിയരുത്. നമ്മൾ കൊടുക്കുന്നത് നമുക്ക് തിരിച്ചിട്ടുള്ളത്. സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും, പിന്നെ വെറുപ്പ് കൊടുത്താൽ വെറുപ്പ് കൊടുക്കും. അപ്പൊ നമ്മൾ അവരുടെ കാര്യങ്ങൾ നോക്കി പിന്നെ അവർക്ക് വേണ്ടി ആണ് ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉണ്ടായാല് അവര് സ്വാഭാവികമായിട്ടും തിരിച്ച് നമ്മളെയും സ്നേഹിക്കുകയും നമ്മുടെ പിന്നെ ഈ പറഞ്ഞ ജോലി ഭാരത്തില് അവരെ പിന്നെ സഹകരിക്കുകയും ചെയ്യും. ഞങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും വീട്ടിലെ കാര്യങ്ങളായാലും മറ്റുള്ള കാര്യങ്ങൾ ചെയ്താലും ഇത് മനസ്സിലാക്കാത്ത പുരുഷന്മാരില്ലേ. അതായത് അത് അവര് ലേഡീസിന്റെ പണിയാണെന്നുള്ളതിൽ നോക്കിയിട്ട് അങ്ങനെ ചിന്തിച്ച് മൂവ് ചെയ്യുന്ന പുരുഷന്മാരില്ലേ. ഞങ്ങൾ അവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അങ്ങനെ ഒന്നും നോക്കാതെ ചെയ്യുന്നുണ്ടാവാന്. പക്ഷെ അത് തിരിച്ച് അതുപോലെ കിട്ടണമെന്നില്ലല്ലോ. അത് അവരുടെ പണിയാണ്, അവരുടെ പണി അവർ ചെയ്യുന്നുള്ളിൽ അങ്ങനെ നീങ്ങുന്ന പുരുഷന്മാരല്ല. അവരെന്ത് ചെയ്യും? അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് അവിടെ സ്നേഹം കൊടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെ
അത് ചില ഈ പറഞ്ഞ പോലെ പിന്നെ പറയാ എന്താ പറയാ ഈ ഡിപ്പെൻഡന്റും ഇൻഡിപെൻഡന്റും സ്ത്രീകള് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ മാത്രം പിന്നെ പിന്നെ പിറവിയെടുത്തവരാണ് എന്നൊക്കെ വിധിക്കപ്പെട്ടവളാണ്. അതെ അതെ വിധിക്കപ്പെട്ടവളാന്നൊക്കെ പറയുന്നുണ്ട്. അത് കാരണം പരമ്പരാഗതമായിട്ട് നമുക്കൊരു സിസ്റ്റം ഉണ്ട് അല്ലെ, അതെ പുരുഷനാണ് അതെ മേധാവി എന്നും അല്ല ആ സ്ത്രീകൾ അവർക്ക് സിസ്റ്റത്തില് താഴെ നിൽക്കുന്നവരാണ് അതെ അതെ എന്നുള്ളൊരു അപ്പൊ ഇത് കാഴ്ചപ്പാടുണ്ട്. അത് ഇന്നും നിലനിൽക്കുന്ന ഒരു ഇതാണ്. അതെ അതെ പരമ്പരാഗതമായി പുരുഷൻ തന്നെയാണ് മേധാവി വീട്ടിലാണ്. അതായത് നമ്മളെ ഇത് തലമുറ എന്ന് പറയുമ്പോൾ അതെ ഈ ജനറേഷൻ ടോപ്പിക് ഗ്യാപ്പ് പറഞ്ഞാല് ഉണ്ട്. അതെ ഈ ടോപ്പിക്ക് നമുക്ക് ഒരു ദിവസം മുഴുവൻ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അതിപ്പോ ഇന്ന് പിന്നെ ഡിസ്കസ് ചെയ്താല് നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പറ്റൂല. കാരണം അത്രത്തോളം ഡീപ്പ് ആൻഡ് പിന്നെ വിഡ്ത്തായിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണത്. ഇന്നത്തെ സമകാലിക കാര്യത്തില് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണത്. എന്നിരുന്നാലും ഒരുപാട് മാറ്റങ്ങൾ ഇന്നത്തെ സമൂഹത്തില് ഈ പറഞ്ഞ പോലെ ജെൻഡർ ഇക്വാലിറ്റിയില് ഒരുപാട് കാര്യങ്ങൾ വന്നിരുന്നാലും ഒരു ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ട്. എന്നാലും നേരത്തെ പറഞ്ഞ പോലെ ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങളുടെ മാഡം എങ്ങനെ ഒന്നും കൂടി പറഞ്ഞോട്ടെ. ഓക്കെ ഓക്കെ അതായത് ഇന്ന് ഈ ജെൻഡർ ഈക്വാലിറ്റിക്ക് തടസ്സമായി നിൽക്കുന്നത് അധികവും സ്ത്രീകൾ തന്നെയാണ്. ഇപ്പൊ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാല് ഇല്ല ഒരു തുണിയെല്ലാം അറിയുന്ന കാണുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരാൾ പറയും അയാൾ ഒരു പെൺകോന്തനാണ്. അതായത് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ശത്രു. അതാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യം. അതെ അതെ മറ്റുള്ള പുറമെ പിന്നെ വൈഫിനെ പിന്നെ സ്വീപ്പ് അടിച്ചുതരാൻ സഹായിക്കുകയാണെങ്കിൽ ആൾക്കാർ കണ്ട എന്താ വിചാരിക്കുക, ഇവിടെ പെണ്ണുങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്, ഞാനും കേൾക്കാറുണ്ട്. പക്ഷെ അത് നമ്മൾ മറ്റുള്ളവരെ എന്ത് ചിന്തിക്കുന്നു എന്ന ചിന്ത നമ്മളിൽ നിന്ന് എന്ന് നമ്മൾ മാറിക്കുന്നോ അന്ന് നമ്മൾ രക്ഷപ്പെടുന്നതാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ച് ജീവിക്കാൻ നിന്നാലേ ജീവിക്കാൻ കഴിയൂല. നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കുക, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക, നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി ജീവിക്കുക. അവിടെ നമ്മൾ വിജയം കൈവരിക്കും. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്ന കാര്യം നമ്മളെ അലട്ടുന്ന ഒരു വിഷയമേ അല്ല. ലെറ്റ് ഇറ്റ് ദം ഗോ. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. എനി മോർ ക്വസ്റ്റ്യൻസ്? ഈ പറഞ്ഞ ജെൻഡർ ഈക്വാലിറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് അല്ല, അതൊരു വാസ്റ്റ് ആൻഡ് വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇൻഷാ അല്ലാ ആ ടോപ്പിക്കായിട്ട് ഞാൻ വീണ്ടും വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ സാറായിട്ട് പിന്നെ മെസ്സേജ് ചെയ്യുക. അതിനുള്ള ഉത്തരങ്ങളായിട്ട് ഞാൻ വരാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാ. ഓക്കെ, താങ്ക് യു ഫോർ എവരിവൺ. മാഡം ചെറിയൊരു ഇടപെടലുണ്ട് സർ, ചെറിയൊരു ഇടപെടലുണ്ട്. ജെൻഡർ ഇക്വാലിറ്റിനെ പറ്റി പറയുമ്പോഴേ ഒരു ഡ്രോപ്പ് ബ്ലഡ് എടുത്താൽ പോലും ഈക്വൽ അല്ല. സ്ത്രീയും പുരുഷനും ഒരിക്കലും ഈക്വൽ അല്ല, പരസ്പര പൂരകങ്ങളാണ്. ശരിക്കും സ്ത്രീയാണ് പല കാര്യങ്ങളിലും മികച്ചു നിൽക്കുന്നത്, സഹനത്തിലും സ്നേഹത്തിലും വാത്സല്യത്തിലും എല്ലാം. പിന്നെ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഇപ്പൊ സംശയം ചോദിച്ചപ്പോ മാഡം പറഞ്ഞു ഭർത്താവ് ഭാര്യനെ സഹായിക്കുന്നത് കണ്ടായിരുന്നു. ആ ടേം തന്നെ തെറ്റാണ് ശരിക്കും. അത് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമാണെങ്കിലാണ് സഹായം എന്നുള്ളൊരു ടേമിന്റെ ആവശ്യം അവിടെ. അപ്പം അങ്ങനെ ഇന്ന ജോലിയെ പുരുഷന് ചെയ്യാവൂ സ്ത്രീക്ക് ചെയ്യാവുന്നൊന്നുമില്ല. പരസ്പരം സഹായിച്ച് അങ്ങനെ ജീവിക്കുക, അത്രേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ്. പിന്നെ പക്ഷെ നമ്മൾ എത്ര പറഞ്ഞാലും നേരത്തെ പറഞ്ഞ പോലെ ഈ ടോപ്പിക്കൊക്കെ വരുന്നില്ല. ഞാനും ഒരുപാട് ഹസ്ബൻഡുമായിട്ട് ഇങ്ങനെ കുറെ ഡിസ്കസ് ചെയ്യും. ഈ സൈക്കോളജി ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. എത്ര നമ്മൾ അതിൽ വാദിച്ചാലും ചില നേരത്തെ ഒരാൾ സുഹൃത്ത് പറഞ്ഞ പോലെ നമ്മള് ഓൾറെഡി പിന്നെ സ്ത്രീകൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ്. നമുക്ക് ഇത്രയും ജോബ്സ് ഉണ്ട്. നമ്മൾ അതിന് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഒരു പുരുഷൻ പിന്നെ പാത്രം കഴിക്കാത്ത അവര് ഭക്ഷണം കഴിച്ചാൽ അവരുടെ പാത്രം കഴിക്കാല് അവർ പറയാ ഇത് ചെയ്യണ്ട ചെയ്യാൻ ഇവിടെ ആളുണ്ട് എന്നൊക്കെ പറയുന്ന ആളുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഈ ടോപ്പിക്കിലേക്കായിട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരുപാട് പറയാനുണ്ട്. നമുക്കൊരു വേറൊരു ദിവസം അതിനായിട്ട് വിനിയോഗിക്കാവുന്നതാണ്. യെസ്, ഓക്കെ. സോ എന്തായിരുന്നാലും നമ്മുടെ ടോപ്പിക് ഫാമിലി മാനേജ്മെന്റ് ആയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ജെൻഡർ ഇവിടെ ഇക്വാലിറ്റി കടന്നു വന്നത്. എനിവേ അതൊരു ഡിബേറ്റബിൾ സബ്ജക്റ്റ് ആണ്, ടോപ്പിക് ആണ്. ഡിഫറെന്റ് ആളുകൾക്ക് ഡിഫറെന്റ് ആശയങ്ങളാണ്, വിശ്വാസങ്ങളാണ്, മതപരമായും അല്ലാതെയും ഒക്കെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അത് എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പറയാനും പ്രാവർത്തികമാക്കാനും. അതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എനിവേ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. എനിവേ നമ്മൾ അതിന്റെ വൈൻഡപ്പിലേക്ക് കടക്കാണ്. ടൈം നമ്മൾ കുറച്ചായിട്ടുണ്ട്. മുഹസിനത്തുണ്ടോ അവിടെ? മുഹസിന
ഓക്കെ, മുഹസിന ഇല്ല എന്ന് തോന്നുന്നു. Yes, ഓക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ Mute ഓക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ മുഹസിന. ഹലോ എവ്രിവൺ, എന്റെ പേര് മുഹ്സിന. ഞാൻ വിംബിൾ അക്കാദമിയുടെ കീഴിലുള്ള ട്രെയിൻ ദ ട്രെയിനർ കോഴ്സിലെ 10ാമത്തെ ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. വിംബിൾ അക്കാദമിയുടെ കീഴിൽ ആഴ്ച തോറും നടത്തി വരുന്ന ഈ ട്രെയിൻ കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടി പ്രത്യേകം നടത്തുന്ന വെബിനാർ സീരീസിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ കണ്ടെത്തി അത് നവീകരിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എങ്കിൽ മാത്രമേ നമ്മുടെ കരിയറിൽ വളരെ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ സംസാരിക്കുവാനും ബാക്കിയുള്ളവരുമായി ഇടപഴകാനും ഉള്ള ഒരു കഴിവ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ്. നമ്മുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ ഈ ഒരു ട്രെയിനർ എന്ന കോഴ്സ് നമ്മളെ ഓരോരുത്തരെയും, ഇതിൽ പഠിക്കാനിറങ്ങിയ ഓരോരുത്തരെയും ചവിട്ടുപടികളെ കൈപിടിച്ചുയർത്തുക എന്നതാണ് നമ്മുടെ പ്രിയങ്കരനായ ഫൈസൽ സാർ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് എന്നെ ഈ പരിപാടിയിലേക്ക് എനിക്ക് അവസരം തന്ന ഫൈസൽ സാറിനെ സന്തോഷപൂർവ്വം എന്റെ സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഫാമിലി മാനേജ്മെന്റിനെ പറ്റിയിട്ട് വളരെ മനോഹരമായ രീതിയിൽ ക്ലാസ് എടുത്ത് തന്ന അഫ്നാൻ പാഴേടിയാണ്. അവരൊരു സൈക്കോളജിസ്റ്റ് കൗൺസിലർ ആണ്. അതോടൊപ്പം തന്നെ റെമഡിയൽ ട്രെയിനർ കൂടിയാണ്. ഫാമിലി ലൈഫിൽ കുടുംബം എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാം എന്നതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്തു തന്ന അഫ്നാൻ ഫാമിലി ലൈഫിൽ കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടന്റും അതേപോലെ തന്നെ ടൈം മാനേജ്മെന്റിനെ പറ്റിയിട്ടും ഫാമിലി ബഡ്ജറ്റിനെ പറ്റിയിട്ടും ഫാമിലി ലൈഫിൽ ഉള്ള ടിപ്സുകളെ പറ്റിയിട്ടും വളരെ മനോഹരമായി ക്ലാസ് എടുത്തുന്ന അഫ്നാനെ ഞാൻ സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നല്ല രീതിയിൽ ഇൻട്രൊഡക്ഷൻ അവതരിപ്പിച്ച ആയിഷയെയും ഈ പരിപാടിയിൽ ശ്രോതാക്കളായിട്ട് എത്തിയ എല്ലാ ട്രെയിൻ ദ ട്രെയിനേഴ്സിലെ എന്റെ ഫ്രണ്ട്സിനെയും എല്ലാവരെയും ഞാൻ എന്റെ സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു. ഈ പരിപാടി ഇവിടെ പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു.